ഹരി ഓം. ഹരി ഓം, ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യദോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മൽസരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഗാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമദിതിതീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായസേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ.
നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗ ഏകാദശ സ്കന്ധം 4-ാം അധ്യായം. നിമി നവയോഗി സംവാദത്തിൽ 7-ാമത്തെ സംവാദമാണ്. നിമിയുടെ ചോദ്യം, ഭഗവാൻ ഏതെല്ലാം അവതാരങ്ങളെടുത്ത് എന്തെല്ലാം ലീലകൾ ചെയ്തു, ഇനി എന്തെല്ലാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനി എന്തെല്ലാം ഭാവിയിൽ ചെയ്യും, ഇങ്ങനെയുള്ള 3 കാര്യങ്ങളാണ്. ചക്രേ കരോതി കർത്ത, 3 ടെൻസിലുള്ള പ്രയോഗങ്ങൾ. അപ്പോൾ അത് പറഞ്ഞു തരാൻ പറഞ്ഞതിന് ദ്രുമിളൻ എന്ന മഹാത്മാവാണ് അതിന് മറുപടി കൊടുക്കുന്നത് ചുരുങ്ങിയ തോതിൽ. അതാണ് ഈ അധ്യായത്തിൽ 22ഓളം ശ്ലോകങ്ങൾ. അത് നമുക്ക് വായിച്ചിട്ട് വരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ചതുർത്ഥോധ്യായഃ. അഥ ശ്രീമദ്ഭാഗവതേ ഏകാദശ സ്കന്ധേ ചതുർത്ഥോധ്യായഃ. രാജോവാച യാനി യാനീഹ കർമാണി യൈര്യൈ സ്വച്ഛന്ദജന്മഭിഃ ചക്രേ കരോതി കർത്താവ ഹരിസ്താനി ബ്രുവന്തു നഃ. ദ്രുമിള ഉവാച യോ വാ അനന്തസ്യ ഗുണാൻ അനന്താൻ അനുക്രമിഷ്യൻ സതു ബാലബുദ്ധിഃ രജാംസി ഭൂമേർഗണയേത് കദഞ്ചിത് കാലേന നൈവാഖില ശക്തിധാംനഃ. ഭൂതൈർയഥാ പഞ്ചഭിരാത്മസൃഷ്ടൈഃ പുരം വിരാജം വിരചയ്യ തസ്മിൻ സ്വാംശേന വിഷ്ടഃ പുരുഷാഭിധാനം അവാപ നാരായണ ആദിദേവഃ. യത്കായയേഷ ഭുവനത്രയ സന്നിവേശോ യസ്യേന്ദ്രിയൈസ്തനുഭൃതാം ഉപയേന്ദ്രിയാണി ജ്ഞാനം സ്വതഃ ശ്വസനദോ ബലമോജൈഹാം സത്വാദിഭിസ്ഥിതിലയോദ്ഭവ ആദികർത്ത. ആദൗ അഭൂത് സതധൃതീരജസാസ്യ സർഗേ വിഷ്ണുസ്ഥിതൗ ക്രതുപതിർദ്വിജധർമ്മസേതുഃ രുദ്രോപ്യയായ തമസാ പുരുഷഃ സ ആദ്യഃ ഇത്യുത്ഭവസ്ഥിതിലയാഃ സതതം പ്രജാസു. ധർമ്മസ്യ ദക്ഷദുഹിതര്യജനിഷ്ടമൂർത്യാം നാരായണോ നരഋഷിപ്രവരഃ പ്രശാന്തഃ നൈഷ്കർമ്മ്യലക്ഷണമുവാച ചചാരകർമ്മ യോദ്യാപി ചാസ്ത ഋഷിവർയ നിഷേവിതാംഘ്രിഃ. ഇന്ദ്രോ വിശങ്ക്യ മമ ധാമ ജിഗൃക്ഷതീതി കാമം ന്യയുങ്ക്ത സഗണം സബദര്യുപാക്യം ഗത്വാപ്സരോ ഗണവസന്ത സുമന്ദവാദൈഃ സ്ത്രീപ്രേക്ഷണേഷുഭിർ അവിദ്യതന്മഹിജ്ഞഃ. വിജ്ഞായ ചക്രകൃതമക്രമമാദിദേവഃ പ്രാഹ പ്രഹസ്യ ഗതവിസ്മയ ഏജമാനാൻ മാ വൈഷ്ടഭോ മദനമാരുതദേവവധ്വോ ഗൃഹീതനോ ബലിമശൂന്യമിമം കുരുധ്വം. ഇത്തം ബ്രുവത്യഭയതേ നരദേവദേവാഃ
സവ്രീഡനമ്രശിരസഃ സഘൃണം തമൂജുഃ നൈതദ്വിഭോ ത്വയി പരേ അവികൃതേ വിചിത്രം സ്വാരാമധീരനികരാനദപാദപദ്മേ ത്വാം സേവതാം സുരകൃതാ ബഹവന്തരായാഃ സ്വൗഗോ വിലംഘ്യ പരമം വ്രജതാം പദം തേ നാന്യസ്യ ബർഹിഷി ബലീൻ ദദതഃ സ്വഭാഗാൻ ധത്തേ പദം ത്വമവിദായതി വിഘ്നമൂർധ്നി ക്ഷുത്രികാലഗുണമാരുതജൈഹ്യശൈസ്ന്യാൻ അസ്മാൻ അപാരജലധീൻ അതിതീര്യ കേചിത് ക്രോധസ്യ യാന്തി വിഫലസ്യ വശം പദേ ഗോഃ മജ്ജന്തി ദുശ്ചരതപശ്ച വൃഥോത്സൃജന്തി ഇതി പ്രഗൃണതാം തേഷാം സ്ത്രിയോ അത്യത്ഭുതദർശനാഃ ദർശയാമാസ ശുശ്രൂഷാം സ്വർച്ചിതാ കുർവതീർവിഭുഃ തേ ദേവാനുചരാ ദൃഷ്ട്വാ സ്ത്രിയഃ ശ്രീരിവ രൂപിണീ ഗന്ധേന മുമുഹുസ്താസാം രൂപൗദാര്യഹതശ്രിയഃ താനാഹ ദേവദേവേശഃ പ്രണതാൻ പ്രഹസന്നിവ ആസാം ഏകതമാം വൃന്ദ്വം സവർണാം സ്വർഗഭൂഷണാം ഓമിത്യാദേശമാദായ നത്വാ തം സുരവന്ദിനഃ ഉർവശീമപ്സരശ്രേഷ്ഠാം പുരസ്കൃത്യ ദിവം യയുഃ ഇന്ദ്രായാനമ്യ സദസി ശൃണ്വതാം ത്രിദിവൗകസാം ഊചുർനാരായണബലം ശക്രസ്തത്രാസ വിസ്മിതഃ ഹംസസ്വരൂപ്യവദച്യുത ആത്മയോഗം ദത്തകുമാര ഋഷഭോ ഭഗവാൻ പിതാമഹ വിഷ്ണു ശിവായ ജഗതാം കലയാവതീർണഃ തേനാഹൃതാ മധുബിതാ ശ്രുതയോ ഹയാസ്യേ ഗുപ്തോപ്യയേ മനുരിളൗഷധയശ്ച മാൽസ്യേ ക്രൗഡേ ഹതോ ദിതിജ ഉദ്ധരതംബസക്ഷ്മാം കൗർമേ ധൃതോദ്രി അമൃതോന്മഥനേ സ്വപൃഷ്ഠേ ഗ്രാഹാത് പ്രപന്നമിവ രാജമമുഞ്ചതാർത്തം സംസ്തുന്വതോബ്ദിപതിതാൻ ശ്രമണാൻ ഋഷീംശ്ച ശക്രം ച വൃത്രവദതസ്തമസി പ്രവിഷ്ടം ദേവസ്ത്രിയോ അസുരഗൃഹേ പിഹിതാ അനാഥാ ജഗ്നേ അസുരേന്ദ്രമഭയായ സതാം നൃസിംഹേ ദേവാസുരേ യുധിച ദൈത്യപതീൻ സുരാർത്തേ ഹത്വാന്തരേഷു ഭുവനാന്യദദാത് കലാഭിഃ ഭൂത്വാ ദവാമന ഇമാം അഹരദ്ബലേ ക്ഷ്മാം യാജ്ഞാച്ഛലേന സമദാദതിദേ സുദേഭ്യഃ നിക്ഷത്രിയാം അകൃതഗാം ച ത്രിസപ്തകൃത്വോ രാമസ്തു ഹൈഹയകുലാപ്യയ ഭാർഗവാഗ്നിഃ സോബ്ദിം ബബന്ധ ദശവക്ത്രമഹൻ സലംഗം സീതാപതിർജയതി ലോകമലഗ്നകീർത്തിഃ ഭൂമേർബരാവതരണായ യദുഷ്വജന്മാ ജാതഃ കരിഷ്യതി സുരൈരവിദുഷ്കരാണി വാതൈർവിമോഹയതി യജ്ഞകൃതോ ദദർഹാൻ ശൂദ്രാൻ കലൗ ക്ഷിതിഭുജോ ന്യഹനിഷ്യദന്തേ ഏവം ഭിദാനി കർമാണി ജന്മാനി ച ജഗൽപതേഃ ഭൂരീണി ഭൂരി യശസോ വർണ്ണിതാനി മഹാഭുജ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഏകാദശസ്കന്ധേ ചതുർത്ഥോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം.
എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവതജ്ഞാന ഗംഗയിലേക്ക് സുസ്വാഗതം. വോയിസ് ബ്രേക്കിംഗ് എല്ലാവർക്കും ഉണ്ടാവില്ല, ചിലർക്കായിരിക്കും. അതവരുടെ ഏരിയ. മഴയൊക്കെ ഉണ്ടാവാം, മേഘങ്ങൾ, മഴ ഒക്കെ ഉള്ളപ്പോൾ നെറ്റ് പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ വോയിസ് ബ്രേക്കിംഗ് വരും. നാരായണ. അപ്പോൾ ഭാഗവതം ഏകാദശ സ്കന്ധത്തിലെ 4-ാം അധ്യായമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിമി നവയോഗി സംവാദത്തിലെ 6-ാമത്തെ സംവാദം. ഒരു വശത്ത് നിമി ചക്രവർത്തി തന്നെയാണ്, മറുവശത്ത് നവയോഗികളിൽ ഓരോരുത്തരായി ഓരോ ചോദ്യത്തിന് ഉത്തരം പറയുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ 6-ാമത്തെ ചോദ്യമായിരുന്നു രാജാവ് ചോദിച്ചത്. ഏതേത് കർമ്മങ്ങളെ കൊണ്ട്, ഏതേത് സ്വച്ഛന്ത ജന്മങ്ങളെ കൊണ്ട് ഭഗവാൻ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തു, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനി ചെയ്യും, അതിനെ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. താനി ബ്രുവന്തു നഹ. ഭഗവാന്റെ ലീലകളെ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. അപ്പോൾ ഭൂതം, വർത്തമാനം, ഭാവി, ഈ 3 കാലത്തുള്ളതായിട്ടുള്ള ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ചും ലീലകളെക്കുറിച്ചുമാണ് ചോദിച്ചത്. അതിന് ഉത്തരം പറയുന്നത് ദ്രുമിളൻ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു മഹാത്മാവാണ്, യോഗീശ്വരനാണ്. നവയോഗികളിൽ 6-ാമൻ. ദ്രമിളൻ എന്നും പാഠഭേദമുണ്ട്. ദ്രമിളൻ എന്നാൽ ദ്രവിഡൻ എന്നർത്ഥമുണ്ട്. ദ്രവിഡ ദേശം എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യ, വിന്ധ്യപർവ്വതത്തിന് തെക്കോട്ടേക്കുള്ളതായിട്ടുള്ള ഭൂമിയാണ് ദ്രവിഡദേശം. തീരെ കിട്ടുന്നില്ല. ദ്രവിഡദേശത്തുള്ളവരൊക്കെ ദ്രമിളന്മാരാണ്. നമ്മുടെ ഭാഗവത മാഹാത്മ്യം ആരംഭിച്ച സന്ദർഭത്തിൽ ഭക്തി, അതിൻ്റെ ഉത്ഭവം, അതിൻ്റെ ജനനം അത് ദ്രവിഡദേശത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. ഉൽപ്പന്ന ദ്രവിഡേ ചാഹം വൃദ്ധിം കർണാടകേ ഗത എന്ന് ഭക്തിദേവി തന്നെ സ്വയം നാരദ മഹർഷിയോട് പറയുന്നുണ്ട്. ഉൽപ്പന്ന ദ്രവിഡേ ചാഹം, ദ്രവിഡദേശത്ത് ഞാൻ ഉൽപ്പന്നയായി. വൃദ്ധിം കർണാടകേ ഗത, കർണാടകത്തിൽ വൃദ്ധിയെ പ്രാപിച്ചു. ക്വചിത് മഹാരാഷ്ട്രയെ, പിന്നെ അങ്ങനെ ഗുജറാത്തിലൂടെ ജീർണതയെ പ്രാപിച്ചു. വടക്കേ ഇന്ത്യയിലേക്ക് എത്തിയപ്പോഴേക്കും വയ്യാതെയായി, തളർന്നു വീണു. അപ്പോൾ അന്നത്തെ കാലത്ത് സൗത്ത് ഇന്ത്യയാണ് ഭക്തിയുടെ കേന്ദ്രം, ഭക്തിയുടെ തലസ്ഥാനം, ഭക്തിയുടെ ഈറ്റില്ലം എന്നൊക്കെ പറയാം. അപ്പം അങ്ങനെയുള്ള ഭക്തന്മാർ നിറഞ്ഞിരിക്കുന്ന ഭക്തിപ്രസ്ഥാനങ്ങളുടെ ഉത്ഭവസ്ഥാനമാണ് തെക്കേ ഇന്ത്യ എന്ന് സൂചനയാണ്. അപ്പോൾ ദ്രമിളൻ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ അവതാര ലീലകളെ വർണ്ണിക്കുന്ന ആളുകളൊക്കെ ഭക്തിയുള്ളവരാണ്. ഭക്തിയുടെ ഒരു മൂർത്തിഭാവമായിട്ട് അദ്ദേഹത്തെ നമുക്ക് കാണാം. ഒന്നും കേൾക്കുന്നില്ല, ഞാനെന്താ ചെയ്യുക, കിട്ടുന്നില്ല, നോട്ട് ക്ലിയർ. മെജോറിറ്റിക്കും പ്രശ്നമാണല്ലോ. മഴയുണ്ടോ അവിടെ? നിങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിൽ മഴയുണ്ടോ? മഴയുള്ളിടത്തായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുക. മേഘങ്ങൾ മൂടി
കാറ്റുള്ളപ്പോൾ മേഘങ്ങളുള്ളപ്പോൾ ഒക്കെ ശബ്ദ തരംഗങ്ങളുടെ ഫ്രീക്വൻസി മാറും. വെരി ക്ലിയർ. ഡൽഹിയിലും ചെന്നൈയിലും ഉള്ളവർക്കൊക്കെ വെരി ക്ലിയർ. കേരളത്തിലുള്ളവർക്കാണ് ക്ലിയർ അല്ലാത്തത്. എന്തുകൊണ്ട്? നമുക്ക് പറയാം, മഴ തന്നെ. ഇതാ തിരുവനന്തപുരത്ത് കേൾക്കാം. കണ്ണൂർ ക്ലിയറാണ്. നെറ്റ്വർക്ക് ഇഷ്യൂ തന്നെയാണ്. എറണാകുളത്തുണ്ടോ? പാലക്കാട് വെരി ക്ലിയർ. ചെന്നൈ വെരി ക്ലിയർ. കൽക്കട്ടയിൽ വെരി ക്ലിയർ. പാലക്കാട് വെരി ക്ലിയർ. എറണാകുളത്ത് ക്ലിയർ. അതെ. തിരുവനന്തപുരത്ത് ചിലയിടത്ത് പ്രശ്നം. നെയ്യാറ്റിൻകരയിൽ കിട്ടുന്നുണ്ട്. ബോംബെ ആൾസോ ക്ലിയർ. അപ്പോൾ മിക്കവാറും എല്ലായിടത്തും കിട്ടുന്നുണ്ട്. കേരളത്തിലെ ചില സ്ഥലങ്ങളിലാണ് പ്രശ്നം. കൊല്ലം നോട്ട് ക്ലിയർ. കൊല്ലം ജൊല്ലമായിപ്പോയി. ശരി. ദുബായിൽ കിട്ടുന്നില്ല. എല്ലാവർക്കും കാണാനേ പറ്റുന്നില്ല. ചിലർക്ക് ഹരിപ്പാട് ക്ലിയർ. എന്താണാവോ? ചെന്നൈയാണോ? ചെന്നൈയിൽ നിന്ന് ഒരാൾ കിട്ടുന്നുണ്ടല്ലോ. രജനി ചെന്നൈയാണ്. വാട്ട് ക്യാൻ ഐ ഡു? എന്തായാലും നോക്കൂ, ശ്രമിക്കൂ. പിന്നീട് കേൾക്കുമ്പോൾ ചിലപ്പോൾ ക്ലിയർ ആവും. റെക്കോർഡഡ് ആയിട്ടുള്ളത് വീണ്ടും നിങ്ങൾക്ക് കേൾക്കാം. റെക്കോർഡഡ് ആയിട്ടുള്ളത് കേൾക്കുമ്പോൾ ശരിക്കുള്ളത് കിട്ടും. അത് ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷനാണ് നിങ്ങളുടെ നെറ്റിലുള്ളത്. പ്രസൻറ്റ് നെറ്റ് പലയിടത്തും ഡിസ്റ്റർബ്ഡ് ആണ്. അപ്പോൾ ഭാവിയിൽ കുറച്ച് കഴിയുമ്പോൾ മഴയൊക്കെ മാറുമ്പോൾ ക്ലിയർ ആവും. ഈ സംഭവം ഇവിടെ നിന്നുള്ളത് റെക്കോർഡഡായിട്ട് ക്ലിയറായിട്ട് തന്നെ കിടക്കും. അതുകൊണ്ടാണല്ലോ പലർക്കും ക്ലിയറായി കേൾക്കുന്നത്. എൻ്റെ ഭാഗത്ത് കുറ്റമില്ല എന്നുള്ളത് കൊണ്ടാണ്, ഇവിടെ കംപ്ലൈൻ്റ് ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ഒരുപാട് പേർക്ക് ക്ലിയറായിട്ട് കേൾക്കുന്നത്. അപ്പോൾ ആ ക്ലിയറായിട്ട് കേൾക്കുന്നത് തന്നെ ഇതിൽ റെക്കോർഡഡായിട്ട് കിടക്കും. ഇപ്പോൾ വ്യക്തമാവാത്തവർ പിന്നീട് ഒന്നുകൂടെ കേൾക്കുക, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കേൾക്കാം. പല പ്രാവശ്യം കേട്ട് ഉറപ്പിക്കാം. അപ്പോൾ ഭഗവാന്റെ കഥകളെ, ഭഗവാന്റെ അവതാര ലീലകളെ വർണ്ണിക്കുന്ന ആളുകളെയാണ് ദ്രമിളന്മാര്, ദ്രവിഡന്മാര് എന്ന് വർണ്ണിക്കുന്നത് എന്ന് പറയാം. മറ്റിടത്ത് ധ്രു എന്നൊരു ശബ്ദത്തിന് ഊർധ്വമായി വളരുന്നത്, ശാഖകളോട് കൂടിയത് എന്നൊക്കെയാണ് അർത്ഥം. ദ്രുമം, വൃക്ഷം. അപ്പം അത് ധ്രു എന്നുള്ളതിൽ നിന്നാണ് മുകളിലോട്ട് വളരുന്നത്, ശാഖകളുള്ളത് എന്നൊക്കെയുള്ള അർത്ഥത്തോടു കൂടിയിട്ടാണ് ദ്രുമം എന്ന് വൃക്ഷത്തിന് പേര്. അപ്പോൾ മുകളിലോട്ട് വളരുന്നതുമായി ചേർന്നവൻ, ഊർധ്വം ആയിട്ടുള്ള ഊർധ്വമൂലമായിരിക്കുന്ന വസ്തുവുമായി ചേർന്നവൻ എന്നൊക്കെ നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാം. ഊർധ്വമൂല മതശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം. ഈ പ്രപഞ്ചം ഒരു അശ്വത്ഥമാണ്. അതുതന്നെയാണ് വിരാട് പുരുഷൻ. വിരാട് പുരുഷൻ തന്നെയാണ് ഈ അശ്വത്ഥം, ഈ പ്രപഞ്ചമാകുന്ന അശ്വത്ഥം, പ്രപഞ്ചമാകുന്ന വലിയ വടവൃക്ഷം. ഊർധ്വമൂല മധശാഖം. അവിടെ മൂലം ഊർധ്വത്തിലാണ്, നാരായണനാണ് മൂലം.
നാരായണൻ എല്ലാറ്റിനും ഉപരിയാണ്, അതീതമാണ്. അപ്പോൾ നാരായണൻ മൂലമായിരിക്കുന്നതും വിരാട് പുരുഷൻ പ്രത്യക്ഷമായിരിക്കുന്നതും എന്ന് വെച്ചാൽ ശാഖോപശാഖകളോടുകൂടിയ വൃക്ഷരൂപത്തിലിരിക്കുന്നതും അതശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ചന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവിത്ത്. അപ്പൊ ഈ വിശ്വമാകുന്ന വടവൃക്ഷത്തെ, അശ്വത്ഥവൃക്ഷത്തെ അതിൻ്റെ മൂലത്തോടുകൂടെ ആരറിയുന്നുവോ അവൻ വേദവിത്താണ്. ആ വേദവിത്തും കൂടിയാണ് ആര്? ദ്രുമിളൻ. അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം. അങ്ങനെയൊക്കെ തന്നെയാണ് പണ്ഡിതന്മാർ, ആചാര്യന്മാർ ഈ പദങ്ങൾക്കൊക്കെ വ്യുൽപ്പത്തി കണ്ടെത്തുക. അപ്പോൾ ഈ പ്രപഞ്ചമാകുന്ന ഊർധ്വമൂലമായ വൃക്ഷത്തെ അറിഞ്ഞ് അതുമായി ചേർന്നിരിക്കുന്നവൻ മിള് എന്നുള്ളതായിട്ടുള്ള രൂപമുണ്ട്. ധ്രുമീളനാണ്, മേളിച്ചിരിക്കുകയാണ്. പ്രപഞ്ചവൃക്ഷവുമായി ചേർന്ന് താതാത്മ്യം പ്രാപിച്ച് സർവാത്മഭാവത്തെ പ്രാപിച്ചിരിക്കുന്നവരൊക്കെ ധ്രുമിളന്മാരാണ്. അതിൻ്റെ തത്വം അറിയുന്നവരെല്ലാം വേദവിത്തുക്കളാണ്. അവരെല്ലാം ധ്രുമിളന്മാരാണ്. അങ്ങനൊരു ധ്രുമിളനാണ് ഇവിടെ ഭഗവാന്റെ അവതാര ലീലകളെ പറയുന്നത്. കേൾക്കുന്ന നമ്മളും ധ്രുമിളന്മാരാവട്ടെ. മനസ്സിലാവുണ്ടോ? നമ്മൾക്കും ധ്രുമിളന്മാരാവാൻ കഴിയട്ടെ. ആദ്യം ദ്രമിളന്മാരാവാം, ദ്രവിഡന്മാരാവാം. ഭഗവാന്റെ അവതാര ലീലകളെ കേൾക്കുകയും പാടുകയും കീർത്തിക്കുകയും ചെയ്യുന്ന ഭക്തോത്തമന്മാരാവാം. അത് കഴിഞ്ഞ് വളർന്ന് വേദവിത്തുക്കളായ പ്രപഞ്ചമാകുന്ന അശ്വത്ഥവൃക്ഷത്തെ നല്ലതുപോലെ അറിയുന്ന ദ്രുമിളന്മാരായി തീരാം. അപ്പോൾ ഈ പേരിൻ്റെയൊക്കെ അർത്ഥം ഇങ്ങനെ വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ വിചാരം ചെയ്താൽ ഇത്രയും ഗഹനങ്ങളായ വിഷയങ്ങൾ അതിൽ ഉണ്ട് എന്ന് കിട്ടും. നമുക്ക് വിചാരം ചെയ്ത് ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ എനിക്കും കൂടി പറഞ്ഞു തരിക. വിചാരം ചെയ്യണം നമ്മൾ. സംസ്കൃത ഭാഷ തന്നെ നമ്മളെ വിചാരം ചെയ്യിപ്പിക്കുന്നതാണ്. അതിൻ്റെ ഒരു സ്വഭാവം നമ്മുടെ ബുദ്ധിയെ കൂടുതൽ കൂടുതൽ സൂക്ഷ്മമാക്കി അന്വേഷണം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള ഒരു ഭാഷയാണ് സംസ്കൃത ഭാഷ. അപ്പോൾ ആ ഭാഷ നിങ്ങൾക്കൊക്കെ പഠിക്കാനും അതിൻ്റെ ഇതൊക്കെ ഉൾക്കൊള്ളാനുമൊക്കെ ഭാഗ്യമുണ്ടാവട്ടെ. അടുത്ത ജന്മത്തിലും ഈ ഭാഷയിൽ നല്ല പ്രാവീണ്യമുള്ള ആളായിട്ട് നമുക്കൊക്കെ വീണ്ടും ജനിക്കാം, അല്ലേ? ഇത് ആസ്വദിക്കാനായിക്കൊണ്ട് ഇനിയും ജനിക്കാം, ഒരു പ്രയാസവുമില്ല. ഇനിയും ജന്മങ്ങൾ വേണ്ടേ വേണ്ടെന്നൊന്നും ഞാൻ പറയില്ല. ഞാൻ കുലശേഖര ആഴ്വാർ പറയും പോലെയാ, അല്ലേ? യദ്യത് ഭവ്യം ഭവതു ഭഗവൻ പൂർവകർമാനുരൂപം ഏതത് പ്രാർത്ഥ്യം മമ ബഹുമതം ജന്മജന്മാന്തരേപി ത്വൽപാദാംബോരുഹയുഗഗതാ നിശ്ചലാ ഭക്തിരസ്തു. ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ നിശ്ചലമായ ഭക്തി, സത്യം പരം ധീമഹി എന്നുള്ള ബോധം, ആ അനുസന്ധാനം എപ്പോഴും നൽകുകയാണെങ്കിൽ, ഈ സംസ്കൃതജ്ഞാനം എല്ലാ ജന്മങ്ങളിലും ഉണ്ടാവുകയാണെങ്കിൽ ഈ സനാതനധർമ്മത്തെ നിലനിർത്താനും പരിപോഷിപ്പിക്കുവാനുമുള്ള ഉപകരണങ്ങളായിട്ട് നമുക്ക് സാധിക്കുമെങ്കിൽ ഇനിയും ഇനിയും ജന്മങ്ങളെടുക്കാം. അറിവോടുകൂടിയ ജീവിതം ആനന്ദമാണ്. നാനു ശോചന്തി പണ്ഡിതാഹ. നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ ഈ ജീവിതത്തെ നരകമാക്കി തീർക്കുന്നത്, ശൂദ്രന്മാരാക്കി തീർക്കുന്നത്. ശൂദ്രന്മാരാവാതിരിക്കാം, ബ്രഹ്മജ്ഞാനികളായ ബ്രാഹ്മണരായിരിക്കാം. ബ്രഹ്മജ്ഞാനികളായ ബ്രാഹ്മണരായിരിക്കാം. ഇതൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യാൻ, അല്ലേ, ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ സുരേഷ് ഗോപി എപ്പോഴോ ഏതോ ഒരു സദസ്സിൽ വെച്ച് പറഞ്ഞു പോയി, പാവം, എനിക്ക് അടുത്ത ജന്മം ബ്രാഹ്മണനായി ജനിക്കണം
എന്ന് പറഞ്ഞപ്പോൾ അത് പരിഹാസത്തിൻ്റെ, ട്രോളുകളുടെ, വിമർശനങ്ങളുടെ പ്രവാഹമാണ് അദ്ദേഹത്തിന് എവിടെ പോയാലും ഇപ്പോഴും. ഇതൊരു പ്രിവിലേജ്ഡ് ആയിട്ടുള്ളൊരു ജന്മമാണ്. ആ പ്രിവിലേജോടുകൂടി ജനിക്കണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ ഈ എന്താ പറയുക, ജാതിവാദികളായിരിക്കുന്ന മൂഢന്മാർ അതിനെ പലതരത്തിലും ദുർവ്യാഖ്യാനം ചെയ്ത് അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നു. ഇരിക്കട്ടെ, അപ്പം നമുക്ക് ദ്രുമളന്റെ കൂടെ പോകാം. ദ്രുമളന്റെ കൂടെ നടന്ന് ദ്രുമിളന്മാരായി തീരാം. ഈ പ്രപഞ്ചവുമായി ചേർന്ന് പോകുന്നവരാവട്ടെ ദ്രുമിളന്മാർ. ഞാനെന്ന ഭാവമത് തോന്നായിക വേണമിഹ, തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ. വരദ നാരായണായ നമഃ. ആ സർവാത്മഭാവം ആണ് ദ്രുമിളത്വം. അപ്പോ ദ്രുമിളൻ പറഞ്ഞു, യോ വാ അനന്തസ്യ ഗുണാൻ അനന്താൻ അനുക്രമിഷ്യൻ സതു ബാലബുദ്ധി രജാംസി ഭൂമേർഗണയേത് കദഞ്ചിത് കാലേന നൈവാകില ശക്തിധാംനഃ. അപ്പോ ആരാണോ അനന്തനായ ഭഗവാന്റെ അനന്തങ്ങളായ ഗുണങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, അനുക്രമിഷ്യൻ, അനു എന്ന് പറഞ്ഞാൽ നിരന്തരമായി ക്രമത്തിൽ ക്രമിക്കുക എന്ന് പറഞ്ഞാൽ തരണം ചെയ്യലാണ്, കാലെടുത്ത് വെക്കലാണ്. ക്രമപാദവിക്ഷേപണേ, പാദം വിക്ഷേപം ചെയ്യലാണ് ക്രമിക്കൽ. അപ്പൊ അനുക്രമിക്കൽ എന്ന് പറഞ്ഞാലോ അനുപദം ക്രമിക്കൽ, ഓരോന്നും എണ്ണി എണ്ണി കടന്നു പോകലാണ് അനുക്രമിക്കൽ. അപ്പൊ എണ്ണി എണ്ണി കടന്ന് തരണം ചെയ്യണം, അപ്പുറത്തേക്ക് തരണം ചെയ്യണം. കഴിഞ്ഞു, ഐ ഹാവ് റീച്ച്ഡ് ദ ആക്മേ, ദ എൻഡ് എന്ന് ആർക്കെങ്കിലും പറയണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അനുക്രമിഷ്യൻ ഫ്യൂച്ചർ ടെൻസാണ്. സഹതു ബാലബുദ്ധി, അവൻ ബാലബുദ്ധിയാണ്, പാവം കൊച്ചുകുട്ടിയെ പോലെ മൗഢ്യമാണ് അവനുള്ളത്. അനന്തനാണ് ഭഗവാൻ. ആ അനന്തന്റെ അനന്തത്വത്തെക്കുറിച്ച് ചിന്തിക്കാൻ ശേഷിയില്ലാത്തത് കൊണ്ടാണ്, അവിവേകം കൊണ്ടാണ് ആ അനന്തതയെ ഞാൻ അന്തമുള്ളതാക്കി തീർക്കും എന്ന് ചിന്തിക്കുന്നത്. അങ്ങനെയുള്ള അനന്തതയെ അന്തമുള്ളവനാക്കാൻ ചിന്തിക്കുന്നവൻ ബാലബുദ്ധി. വേണമെങ്കിൽ നിങ്ങൾക്ക് കഥഞ്ചിത് ഭൂമേഹേ രജാംസി ഗണയേത്, എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ കാലേന, മഹതാകാലേന, അനേക കാലം കൊണ്ട് ഭൂമിയുടെ ധൂളികളെ വേണമെങ്കിൽ നിങ്ങൾക്ക് പരിശ്രമിച്ചാൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് വരാം. ഗണയേത്, ഗണയേത് എന്ന് പറഞ്ഞാൽ ഇസ് പോസിബിൾ, ഇറ്റ് മേ ബി പോസിബിൾ, സാധിക്കാം, സാധിക്കാതിരിക്കാം എന്നുള്ള ഇതാണ് ഗണയേത് എന്നുള്ളത് പറയുന്നത്. എന്നാൽ നൈവ അഖില ശക്തിധാംനഃ, അഖില ശക്തിയുടെയും ധാമമായിരിക്കുന്ന ഭഗവാന്റെ ഗുണങ്ങളെ, കാരണം ഇനി എന്തൊക്കെ ശക്തികളാണ് ഭഗവാൻ മറച്ചു വെച്ചിരിക്കുന്നത് എന്ന് ആര് കണ്ടു? പുതിയ 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 ശക്തികളാണ് ഭഗവാന്റെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഓരോ കാലത്തും പുതിയ 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 അത്ഭുതങ്ങളാണ് ഈ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഭാവിയിൽ എന്തൊക്കെ വരാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനാവില്ല. ഒരു 150 കൊല്ലം മുമ്പ് മോട്ടോർ വാഹനങ്ങളോ സിനിമകളോ ഫോണുകളോ ഇലക്ട്രിക് ലൈറ്റുകളോ ഒന്നും ആളുകൾ ചിന്തിച്ചിട്ട് പോലുമില്ല, ഇല്ലേ? നമ്മുടെയൊക്കെ പൂർവികന്മാർ ഒരുപാട് പേര് ഇതൊന്നും ഇല്ലാതെ കഴിച്ചു കൂട്ടി, ഇതെല്ലാം ഇല്ലാതെ സുഖമായി ജീവിച്ചു പോന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും ചിന്തിക്കാനാവില്ല. നമ്മളോടൊക്കെ ചോദിക്കും, നിങ്ങളൊക്കെ
കുട്ടിക്കാലത്ത് ടി വി ഇല്ലാതെ, മൊബൈൽ ഫോൺ ഇല്ലാതെ, റേഡിയോ പോലും ഇല്ലാതെ, ടേപ്പ് റെക്കോർഡർ ഇല്ലാതെ, വേണ്ടത്ര വീടുകളിൽ വൈദ്യുതി പോലും ഇല്ലാതെ, AC ഇല്ലാതെ, ഫ്രിഡ്ജില്ലാതെ, ഗ്യാസ് സ്റ്റൗ ഇല്ലാതെ എല്ലാം കഴിഞ്ഞോന്ന് ഇന്നത്തെ കുട്ടികൾ അത്ഭുതത്തോടെ ചോദിക്കും. സമ്മതിക്കണം. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നും ഇല്ലാതിരുന്നെങ്കിൽ ആത്മഹത്യ ചെയ്തേനെ അല്ലേ? നമ്മൾ ദിവസവും കാണുന്നു. ജ്യേഷ്ഠൻ TV-യുടെ റിമോട്ട് കൺട്രോൾ കൊടുത്തില്ല, ഉടനെ മുകളിൽ കയറി, റൂമിൽ കയറി ഫാനിൽ കെട്ടി തൂങ്ങി ചത്തു. ഇവിടെ പാലക്കാട് ഉണ്ടായതാണ്. പാലക്കാട് മണ്ണാർക്കാടിനടുത്ത് തച്ചമ്പാറ. 11 വയസ്സോ മറ്റുള്ള പയ്യൻ, അവൻ്റെ ജ്യേഷ്ഠൻ 7ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന പയ്യൻ TV കാണാനുള്ള റിമോട്ട് കൺട്രോൾ കൊടുത്തില്ല. അവനത് ടോളറേറ്റ് ചെയ്യാൻ സാധിച്ചില്ല, മുകളിൽ കയറി ആത്മഹത്യ ചെയ്തു. അതുപോലെ അമ്മമാർ മൊബൈൽ ഫോൺ പിടുങ്ങി വെച്ചാൽ, പരീക്ഷ സമയത്ത് കുട്ടികളുടെ നിന്ന് അത് വാങ്ങിച്ചു വെച്ചാൽ അതിനുവേണ്ടി ആത്മഹത്യ ചെയ്തവർ എത്രയോ. ഇങ്ങനെ ഓരോ നിസ്സാര കാര്യങ്ങൾ അന്ന് നമ്മളൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. എനിക്ക് മൊബൈൽ ഫോൺ കിട്ടിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഭക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ ആത്മഹത്യ ചെയ്തിട്ടില്ല നമ്മൾ. വേണമെങ്കിൽ ദിവസങ്ങളോളം പട്ടിണി കിടന്ന് നമ്മളൊക്കെ ജീവിച്ചിട്ടുണ്ട് അല്ലേ? എത്രയോ എന്തെല്ലാമോ കഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, അന്നത്തെ ചിന്തിക്കാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ലോകത്തുണ്ടായിരിക്കുന്നത്. ഇതൊക്കെ ആരുടെ അത്ഭുതമാണ്? ഇതൊക്കെ ഈശ്വരൻ തന്നെയാണ് മനുഷ്യന്റെ ഉള്ളിലിരുന്നു കൊണ്ട് അവനെ ചിന്തിപ്പിച്ച് അവനെ കൊണ്ട് ഇതെല്ലാം കണ്ടുപിടിപ്പിക്കുന്നത്. ഇതെല്ലാം സാധ്യതകളുണ്ട്. ഈ ശക്തിയൊക്കെ ഈ പ്രപഞ്ചത്തിലുണ്ട്. ഈ അന്തരീക്ഷത്തിൽ ഉയർന്നു പറക്കാനും അന്തരീക്ഷത്തെ ഭേദിച്ച് ശൂന്യാകാശത്തിലൂടെ കടന്ന് അന്യഗ്രഹങ്ങളിലേക്ക് പോകാനും ഒക്കെ ഉള്ളതായിട്ടുള്ള ശേഷി ഭൂമിയിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതൊക്കെ ഇവിടെ ഞാൻ നിറച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളതിനെ അന്വേഷിച്ച് കണ്ടെത്തുവിൻ. നിങ്ങൾക്കതിനുള്ള ബുദ്ധി ഞാൻ തന്നിട്ടുണ്ട്. ഭഗവാൻ ഇതെല്ലാം നമുക്ക് നിറച്ച് തന്നിട്ടുണ്ട്. ഓൾ പോസിബിലിറ്റീസ്, അതിനുള്ള ബുദ്ധിയും തന്നിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഭഗവാന്റെ ശക്തിയുടെ ചെറിയ 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 അംശങ്ങൾ മാത്രമാണ്, വിഭൂതികളാണ് ഇതെല്ലാം. അപ്പം ഇനി നാളെ എന്തൊക്കെ കണ്ടുപിടിക്കാൻ പോകുന്നു, ഇന്ന് നമുക്കിവിടെ ഇരുന്നുകൊണ്ട് സ്വപ്നം പോലും ചിലപ്പോൾ കാണാൻ പറ്റില്ല. നമ്മളൊക്കെ ഇവിടെ ഇരുന്നുകൊണ്ട് അമേരിക്കയിലുള്ള ആളെ നേരിട്ട് കണ്ടുകൊണ്ട് സംസാരിക്കാൻ സാധിക്കുക എന്നുള്ളത് ചിലർ സ്വപ്നം കണ്ടിട്ടുണ്ടാവും, വേണമെങ്കിൽ മനോരാജ്യം കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ. പക്ഷെ ഇന്നിപ്പോൾ അത് ഈസി ആയിട്ട് പോസിബിളാണ്. ഏത് നേരത്ത് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം അല്ലേ? നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു ദൂരത്തേക്ക് ഒരു കോളൊക്കെ വിളിക്കണമെങ്കിൽ എത്ര നേരം ട്രങ്ക് ബുക്ക് ചെയ്ത് കാവലിരിക്കണം. ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ ഇരുന്നാലും കിട്ടിയില്ല എന്ന് വരും. എന്തെല്ലാം കഴിഞ്ഞു വന്നു നമ്മൾ. അപ്പം ഇന്നിപ്പോൾ എങ്ങനെ എന്തെല്ലാം നടക്കണു? ഇതെല്ലാം ഭഗവാന്റെ തന്നെ ശക്തികളായിട്ട് വേണം നമ്മൾ കാണാനായിട്ട്. നാളത്തെ എന്തൊക്കെയാണ് ഭൂമിയിൽ വരാനിരിക്കുന്നത്. ഇനിയിപ്പോൾ കൊറോണ പോലെയുള്ള രോഗങ്ങൾ വന്നു, ഇതാരും ചിന്തിച്ചതല്ല. അതുകൊണ്ടാണ് നമ്മളൊക്കെ തമ്മിൽ കാണാറായത് അല്ലേ? കൊറോണ വന്നതുകൊണ്ടാണ് ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവരും തിരിയാൻ നിർബന്ധിതരായത്. എന്നോടൊക്കെ പലരും 2011-12 കാലം തുടങ്ങിയിട്ട് തന്നെ ഈ ഫേസ്ബുക്കോ യൂട്യൂബോ ഒക്കെ വന്ന കാലം മുതൽക്കേ ആവശ്യപ്പെടാറുണ്ട്. ക്ലാസ്സുകൾ യൂട്യൂബിലിട്ടൂടെ, ഫേസ്ബുക്കിൽ ചെയ്തൂടെ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. അന്നൊന്നും അതിനൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല, മൈൻഡ് ചെയ്തിട്ടില്ല. നമുക്ക് ഓടി നടക്കാനേ നേരം ഉണ്ടായിരുന്നുള്ളൂ. ഓടി നടന്ന് നേരിട്ടുള്ള ക്ലാസ്സുകളും പ്രഭാഷണങ്ങളുമായിട്ട് നമ്മൾ കഴിച്ചു കൂട്ടി.
അതുപോലെ മുമ്പിൽ ആളുകളില്ലാതെ ആരോട് സംസാരിക്കും, എങ്ങനെ പ്രഭാഷണം ചെയ്യും എന്ന് പോലും ഈ ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങുന്ന കാലത്ത് ചിന്തിച്ചിരുന്നു. മുമ്പിൽ ആളുകളില്ലാതെ ഫോണിനെ നോക്കിയിട്ട് എങ്ങനെയാ സംസാരിക്കുക? തുടക്കകാലത്ത് ആ ഒരു ശങ്കയുണ്ടായിരുന്നു. ആളുണ്ടെങ്കിലേ നമുക്ക് പ്രചോദനം ഉണ്ടാവുള്ളൂ. ആളുകളെ കാണുമ്പോഴാണ്, അവരുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോഴാണ് അവരുടെ ജിജ്ഞാസ അറിഞ്ഞുകൊണ്ട് അതിനോട് സംവദിക്കുക. പ്രത്യേകിച്ച് ഈ അധ്യാത്മ വിദ്യയൊക്കെ അങ്ങനെയുള്ള വിദ്യകളാണ്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി, ഇത് ആളുകൾ മുമ്പിൽ നിറഞ്ഞിരിപ്പുണ്ട്. തീർച്ചയായിട്ടും യാതൊരു കമ്പൾഷനും ഇല്ലാതെ വന്നിരിക്കുന്നവരാണ് ഈ മുമ്പിൽ വന്നിരിക്കുന്നവരൊക്കെ. സ്വന്തം വളണ്ടറിലി അവരവരുടെ ആഗ്രഹം കൊണ്ട്, കേൾക്കാനുള്ള താല്പര്യം കൊണ്ട് വന്നിരിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങളുടെ കണ്ണുകൾ എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് കാണാം, നിങ്ങളുടെ ദാഹം എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇൻസ്പയർഡ് ആവുകയാണ്. വെറുതെ ഇരിക്കാൻ പറ്റില്ല നമുക്ക്. സമയമുണ്ടായിട്ടും സൗകര്യം ഉണ്ടായിട്ടും വേറെ അസുഖങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടും വെറുതെ ഇരിക്കുക എന്നുള്ളത് പിന്നെ ചിന്തിക്കാനാവുന്നില്ല. കാരണം നിങ്ങളെപ്പോലെയുള്ള ജിജ്ഞാസുക്കൾ കണ്ണിൽ എണ്ണയൊഴിച്ച് താല്പര്യപൂർവ്വം കാത്തിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി. അപ്പോഴാണ് നമ്മൾ ഇൻസ്പയർഡായിട്ട്, ആരും വ്യക്തികളായിട്ട് മുമ്പിൽ വേണ്ട, പക്ഷെ നിങ്ങളെല്ലാം എൻ്റെ മുമ്പിൽ ഉണ്ട്. ഇതാവുമ്പോൾ യാതൊരു ഉപദ്രവവും ഇല്ല. ഇപ്പോൾ ഇതാണ് സൗകര്യം. നേരിൽ ചെല്ലുമ്പോൾ ഓരോരുത്തരുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ നമുക്ക് ചിലപ്പോൾ നിരാശ തോന്നും. ബഹളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കും. പലവരും വരുന്നുണ്ടെങ്കിൽ അവരുടെ വായി നോക്കിക്കൊണ്ടിരിക്കും, അവരുടെ വസ്ത്രം നോക്കിക്കൊണ്ടിരിക്കും. ആദ്യം വരുന്നവർ പിന്നാലെ പോയിരിക്കും, പിന്നീട് വൈകി വരുന്നവർ മുമ്പിലേക്ക് തിരക്കി വരും. ഇതൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. അപ്പം ഇങ്ങനെ യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ വളരെ സ്മൂത്തായി, സുഗമമായി, എഫേർട്ട്ലെസ്സായി, യാതൊരു ചെലവും ഇല്ലാതെ, അല്ലേ, വാഹന യാത്രയൊന്നും ആവശ്യമില്ല, ട്രാഫിക്കിൽ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, ഇറിറ്റേറ്റഡ് ആവേണ്ട ആവശ്യമില്ല, ഹർത്താലും ബന്ധും നേരവും കാലവും പ്രശ്നമല്ല. പാതിരാത്രിക്ക് വേണമെങ്കിൽ നിങ്ങൾക്കൊക്കെ വീടുകളിൽ നിന്ന് ഓട്ടോ പിടിച്ചോ കാറ് പിടിച്ചോ പോകേണ്ട ചെലവോ പരിശ്രമമോ ആളെ കാത്ത് ഇരിക്കേണ്ട ആവശ്യമോ ഇല്ല. വയസ്സായവർക്കൊക്കെ ആരെങ്കിലും തുണ വേണമല്ലോ, അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഇങ്ങനെ എല്ലാ സൗകര്യവും ഇതിപ്പോൾ നമ്മൾ അതിനെ വേണ്ട പോലെ ഉപയോഗിച്ചാൽ ഈശ്വരൻ തന്ന ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. ഈശ്വര അനുഗ്രഹം തന്നെയാണ്, യാതൊരു സംശയമില്ല. ഇതൊരു ലക്ഷറി ഒന്നുമല്ല. ഇപ്പം നമ്മളെ സംബന്ധിച്ച് വളരെ വലിയ അഡ്വാൻറ്റേജാണ് ഈശ്വരൻ തന്ന അനുഗ്രഹം. ഇപ്പോൾ പറഞ്ഞു വന്നത്, ഒരു 10 കൊല്ലം മുമ്പൊന്നും ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നില്ല. അപ്പം നമ്മൾ തമ്മിൽ കാണുന്നും ഒരു ചിന്തയുണ്ടായിരുന്നില്ല. എവിടെയൊക്കെ ഇരിക്കുന്ന ആളുകളുമായിട്ട് നമ്മളിപ്പം പരിചയപ്പെട്ടു. ഇതെല്ലാം ഈശ്വരൻ്റെ ലീലകളാണ്. ഇതെല്ലാം ഈശ്വരൻ്റെ ലീലകളായി കാണണം. അല്ലാതെ മത്സ്യക്കൂർമ്മ, വരാഹ, വാമന, നൃസിംഹ, അല്ലേ, പരശുരാമ, ശ്രീരാമ, ശ്രീകൃഷ്ണ, കൽക്കി എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള അവതാരങ്ങൾ മാത്രമല്ല ഭഗവാന്റെ ലീല. ഇതൊക്കെ ഭഗവാന്റെ ലീലയാണ്. ഇങ്ങനെ കാണാൻ നമുക്ക് എല്ലാം ഭഗവാന്റെ ലീലയായിട്ട് കാണാൻ സാധിക്കട്ടെ. ഇനി വരാനിരിക്കുന്ന ലീലകൾ എന്തൊക്കെയായിരിക്കും ഇപ്പം തന്നെ നമുക്ക് ആശ്ചര്യപ്പെട്ടുകൊണ്ടിരിക്കാം. ഇനിയും ഭഗവാൻ എന്തൊക്കെ ലീലകളാണ്, നാടകങ്ങളാണ്, അത്ഭുതങ്ങളാണ് കാണിക്കാൻ പോകുന്നത് ഇപ്പം തന്നെ നമുക്ക് എന്താ പറയുക, കാത്തിരിക്കാം എന്ന് പറയാം. ഒന്നും അത്ഭുതപ്പെടാനില്ല. കാരണം ആരാ ഭഗവാൻ? ഭഗവാൻ എന്താ ചെയ്തുകൂടാത്ത? എല്ലാം നിസ്സാരമായിട്ട് ചെയ്യാൻ കഴിയുന്നവനല്ലേ? അനായാസമായിട്ടല്ലേ അദ്ദേഹം എല്ലാം ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഇനി വരാനിരിക്കുന്ന മറ്റുള്ളവർക്ക് എന്ത് അത്ഭുതമാണെങ്കിലും ഈശ്വരനെക്കുറിച്ച് അറിയുന്നവർക്ക് അതൊരു അത്ഭുതം അല്ല.
ഇത് സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് പറയാം നമുക്ക്. അപ്പൊ അങ്ങനെയുള്ള അഖിലശക്തിധാംനഃ, അഖിലശക്തിയുടെയും ധാമമായിരിക്കുന്നവന്റെ അനന്തന്റെ ലീലകളെക്കുറിച്ച് നൈവ നൈവ ഗണയേത്, ഒരിക്കലും നിങ്ങൾക്ക് ഗണിക്കാൻ സാധ്യമല്ല എന്ന് വിഷ്ണു സൂക്തത്തിന്റെ ആശയമാണിത്. വിഷ്ണു സൂക്തം ഇതേ ആശയം തന്നെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് കടക്കാം. ഭൂതൈര്യദാ പഞ്ചഭിരാത്മസൃഷ്ടൈഃ പുരം വിരാജം വിരചയ്യ തസ്മിൻ സ്വാംശേന വിഷ്ടഃ പുരുഷാഭിധാനം അവാപ നാരായണ ആദിദേവഃ. ഭൂതൈര്യദാ പഞ്ചഭിരാത്മസൃഷ്ടൈഃ പുരം വിരാജം വിരചയ്യ തസ്മിൻ സ്വാംശേന വിഷ്ടഃ പുരുഷാഭിധാനം അവാപ നാരായണ ആദിദേവഃ. ഭൂതൈർമഹദ്ഭിര്യ ഇമാ പുരോ വിഭുഃ നിർമായ ശേതേ യദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലം കൃഷീഷ്ട ഭഗവാൻ വചാംസി മേ. അതൊരു പ്രാർത്ഥനയായിരുന്നു. അത് തന്നെയാണ് ഇവിടുത്തെ ആശയം. ഭൂതൈഃ യഥാ പഞ്ചഭിഃ ആത്മസൃഷ്ടൈഃ പുരം വിരാജം വിരചയ്യ തസ്മിന് സ്വാംശേന വിഷ്ടഃ പുരുഷാഭിധാനഃ, പുരുഷാഭിധാനം അവാപ നാരായണ ആദിദേവഃ. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? യഥാ, എപ്പോഴാണോ ആത്മസൃഷ്ടൈഃ പഞ്ചഭിഃ ഭൂതൈഃ, ആത്മസൃഷ്ടൈഃ, ആത്മസൃഷ്ടൈഃ ന അന്യസൃഷ്ടൈഃ, വേറൊരാളും സൃഷ്ടിച്ചതല്ല, മുമ്പേ ഉണ്ടായിരുന്നതുമല്ല, മുമ്പേ ഉണ്ടായിരുന്നില്ല, വേറൊരാളെ സഹായിച്ചിട്ടുമില്ല. ഭഗവാൻ തന്നെ തന്നിൽ നിന്ന് തന്നെ, താൻ തന്നെ, തന്നെ തന്നെ, തന്നെത്താൻ തന്നെ സ്വയം എന്ത് ചെയ്തു? ആത്മസൃഷ്ടൈഃ പഞ്ചഭിഃ ഭൂതൈഃ, തന്നാൽ തന്നെ സൃഷ്ടിക്കപ്പെട്ട പഞ്ചമഹാഭൂതങ്ങളാൽ പുരം വിരാജം, വിരാജം പുരം വിരചയ്യ, വിരാജം പുരം, വിരാട്ട് എന്ന പേരായ പുരത്തെ, വിരാട്ട് എന്ന് പറഞ്ഞാൽ വിശ്വം തന്നെ, വിരാട് പുരുഷൻ എന്ന് പറഞ്ഞാൽ വിശ്വരൂപൻ. അപ്പോൾ വിവിധമായ പ്രത്യയങ്ങളെ കൊണ്ട് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ വിവിധം രാജതേ ഇതി വിരാട്, പലതായി പ്രകാശിക്കുന്നത്, പലതായി കാണപ്പെടുന്നത്. ഏകനായ ഭഗവാൻ തന്നെ സ്വയം പലതായി കാണപ്പെടുന്നതാണ് ഈ പുരം. അതാണ് വിരാജം പുരം വിരചയ്യ, അതിനെ വിരചിച്ചിട്ട്, ഉണ്ടാക്കിയിട്ട്, വിശേഷേണ രചിച്ചിട്ട്, ഭഗവാന്റെ രചനാ വൈഭവമാണ് ഈ പ്രപഞ്ചമാകുന്ന പുരം, ഈ വിരാട്. ഈ വൈവിധ്യങ്ങളെല്ലാം ഭഗവാന്റെ ആ മായാശക്തി കൊണ്ടാണ് ഒന്നിനെ പലതാക്കി തീർക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ ആ രചനാ വൈഭവം തന്നെയാണ്. തസ്മിൻ സ്വാംശേന വിഷ്ടഃ, തസ്മിൻ ആ വിരാട്ടിൽ, ആ വിരാജം പുരം എന്ന് പറഞ്ഞു. അപ്പോൾ ആ വിരാജേ പുരേ, ആ പുരത്തിൽ, തസ്മിൻ സ്വാംശേന വിഷ്ടഃ, തൻ്റെ ഒരു അംശം കൊണ്ട് പ്രവേശിച്ചവനായിട്ട്, താൻ തന്നെ അതിൽ പ്രവേശിച്ചു. തൽ സൃഷ്ട്വാ തദേവാനുപ്രാവിശത് എന്ന വേദവാക്യം തന്നെയാണ് ഇവിടെ പ്രമാണം. ഭാഗവതത്തിൽ നമ്മൾ പല പ്രാവശ്യം തൃതീയ സ്കന്ധത്തിലും ദ്വിതീയ സ്കന്ധത്തിലും ഒക്കെ ആവർത്തിച്ച് കണ്ടു കഴിഞ്ഞു. എങ്ങനെയാണ് ഈ വിരാട് ആദ്യം എല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്കുണ്ടായതും പിന്നീട് അത് കൂടിച്ചേരുന്നതും ഭഗവാൻ പ്രവേശിച്ചിട്ടാണ്. കൂടിച്ചേർന്ന അണ്ഡാകൃതിയിൽ കിടന്നു കുറകാലം, അത് കഴിഞ്ഞ് ഭഗവാൻ അതിൽ അംശം കൊണ്ട് പ്രവേശിച്ചപ്പോഴാണ് അത് വികസിച്ചത്, പലതായി പ്രകാശിച്ചത്. അപ്പൊ ഈശ്വരാംശം അതിൽ പ്രവേശിച്ചപ്പോഴാണ് അത് വിരാട്ടായി പലതായി പ്രകാശിച്ചത്. അതാണ് സ്വാംശേന തസ്മിൻ വിഷ്ടഃ, വിഷ്ടഃ പ്രവിഷ്ടഃ, പ്രവേശിച്ചവനായിട്ട്.
ആദിദേവ നാരായണ. ആദിദേവൻ, ആദിയിലുണ്ടായിരുന്ന ചൈതന്യം, ഒന്നുമില്ലാതിരുന്ന കാലത്തും ഉണ്ടായിരുന്നവൻ, ആദിയിൽ തന്നെ പ്രകാശസ്വരൂപനായി ചൈതന്യസ്വരൂപനായി അസ്തിത്വസ്വരൂപനായിരുന്നവൻ ആ ആദിദേവൻ നാരായണ. ആ നാരായണൻ, എല്ലാ നാരങ്ങളും ആരിലാണോ ലയിച്ചിരുന്നത്, അല്ലെങ്കിൽ കാരണജലത്തിൽ ശയിച്ചിരുന്നവനാരോ ആ നാരായണൻ, അല്ലെങ്കിൽ നാരം കൊണ്ട് പ്രാപിക്കേണ്ടവൻ, ആത്മജ്ഞാനം കൊണ്ട് അറിയേണ്ടവനായ നാരായണൻ, അവൻ പുരുഷാഭിധാനം അവാപ, പുരുഷൻ എന്ന അഭിധാനത്തെ പ്രാപിച്ചു. അഭിധാനം എന്നൊക്കെ പറഞ്ഞാൽ നാമധേയം. അപ്പൊ പുരുഷൻ എന്ന പേര് കിട്ടി. എന്താ, എങ്ങനെയാ പുരുഷൻ എന്ന പേര് കിട്ടിയത് മൂപ്പർക്ക്? പുരിയിൽ ശയിച്ചവൻ, പുരിയിൽ പ്രവേശിച്ചവൻ, പുരിശയനാത് പുരുഷ. അപ്പൊ ഇങ്ങനെ ആദിദേവനായ നാരായണൻ തന്റെ അംശം കൊണ്ടാണ് എല്ലാറ്റിലും ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത്. ഏകാംശേന വിഷ്ടഭ്യസ്ഥിത, വിഷ്ടഭ്യാഹമിതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്, പാദോസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യ അമൃതം ദിവി. ഈശ്വരന്റെ ചെറിയൊരു അംശം മാത്രമാണ് ഈ വിരാട്, ഈ വിശ്വം, ഈ പ്രപഞ്ചം. ത്രിപാദസ്യ അമൃതം ദിവി, അവന്റെ മുക്കാൽ ഭാഗം അത് ഇതിനെ അതിക്രമിച്ചിരിക്കുന്നു, അലൗകികമായിരിക്കുന്നു. ഇതിലൊന്നും പെടാതെ അതീത്യവർത്തത, അതാണ് അമൃതം ദിവി. അപ്പൊ അത് തന്നെയാണ്, അംശം കൊണ്ടാണ് ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ പ്രവേശിച്ചത്. അപ്പൊ വിരാട് പുരുഷൻ പോലും ഭഗവാന്റെ അംശമാണ്. വിരാട് പുരുഷൻ പോലും നാരായണന്റെ അംശമാണ്. നാരായണൻ എന്നുള്ളത് കാരണഭാവമാണ്, വിരാട് പുരുഷൻ എന്നുള്ളത് കാര്യഭാവമാണ്. അപ്പൊ കാര്യം കാരണത്തിന്റെ അംശമാകുന്നു. കാരണം മുഴുവൻ കാര്യമായി തീർന്നിട്ടില്ല. അപ്പൊ നാരായണൻ തന്നെയാണ് പുരുഷൻ എന്നുള്ള അഭിധാനത്തെ പ്രാപിച്ചത്. അപ്പൊ ഭഗവാന്റെ, നാരായണന്റെ ഒരു അവതാരം, ഏറ്റവും ആദ്യത്തെ അവതാരം പുരുഷാവതാരം, വിരാട് പുരുഷ അവതാരം. ഇതൊക്കെ നമ്മൾ പ്രഥമസ്കന്ധം മുതൽക്ക് കണ്ടു തുടങ്ങുക അല്ലേ? ഓർമ്മിക്കുക, വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുക. ഇനി കൂടുതൽ വ്യാഖ്യാനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. വീണ്ടും വീണ്ടും നമ്മൾ അതിനെ അനുസ്മരിക്കുകയാണ് ചെയ്യുന്നത്. ഏകനായ ഈശ്വര ചൈതന്യത്തിൽ നിന്ന് പലതായ ഈ വിശ്വമുണ്ടായി വന്നു. അതുകൊണ്ട് ആ ഭഗവാൻ തന്നെയാണ് ഇതെല്ലാം. അഹമേവാസമേവാഗ്രേ നാന്യത് യത് സദസത്പരം പശ്ചാദഹം യദേതച്ച യോവശിഷ്യേത സോസ്മ്യഹം. മുമ്പ് ഭഗവാൻ മാത്രം ശുദ്ധ ചൈതന്യഭാവത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അതേ ചൈതന്യത്തിന്റെ തന്നെ മാനിഫെസ്റ്റേഷനാണ് അല്ലേ, വ്യക്തമായ ഭാവമാണ് ഈ കാണുന്ന പ്രപഞ്ചം. ഇനി ഇതെല്ലാം ആ ഭഗവാനിലേക്ക് തന്നെ, ചൈതന്യത്തിലേക്ക് തന്നെ തിരിച്ച് ചേരുകയും ചെയ്യും. അപ്പോഴും ശേഷിക്കുന്നതാരാ? ഞാൻ മാത്രം, ഭഗവാൻ മാത്രം. ഭൂതൈര്യദാ പഞ്ചഭിരാത്മസൃഷ്ടൈഃ പുരം വിരാജം വിരചയ്യ തസ്മിൻ സ്വാംശേന വിഷ്ടഃ പുരുഷാഭിധാനം അവാപ നാരായണ ആദിദേവഃ. അപ്പൊ ദ്രുമിളനല്ലാതെ ഇതൊക്കെ ആർക്ക് പറയാൻ കഴിയും അല്ലേ? ദ്രുമിളൻ എന്നാൽ ഈ പ്രപഞ്ചവൃക്ഷവുമായി താദാത്മ്യം പ്രാപിച്ചവൻ, പരമാത്മതത്വവുമായി ഐക്യം പ്രാപിച്ചവൻ. ഇപ്പോൾ പരമാത്മതത്വം അറിയുകയും ചെയ്യാം, ഈ പ്രപഞ്ചമാകുന്ന ഭഗവാന്റെ വിരാട് ഭാവവുമായി, സ്ഥൂല ശരീരവുമായി ഐക്യം പ്രാപിച്ചവനുമാണ്. അപ്പൊ നമ്മൾക്കും ഈ അറിവ് ഈ പ്രപഞ്ച ശരീരവുമായി, ഭഗവാന്റെ വിശ്വരൂപവുമായിട്ട് ഐക്യം പ്രാപിക്കാൻ അനുഗ്രഹിക്കട്ടെ. കാരണം എന്താ? നമ്മൾക്ക് സ്വയം സ്വതന്ത്രമായിട്ട് ഒരു എൻറ്റിറ്റി ഇല്ല, ഒരു നിലനിൽപ്പില്ല. നമ്മൾ ആരും സ്വതന്ത്രരല്ല. ഏത് തലത്തിൽ? ഈ ശരീരതലത്തിൽ, ജീവന്മാരെന്ന തലത്തിൽ നമ്മൾ സ്വതന്ത്രരല്ല.
നമ്മൾ നമ്മുടെ യഥാർത്ഥ സ്വരൂപം, ഐഡന്റിറ്റി തിരിച്ചറിയുമ്പോഴാണ് പരമസ്വതന്ത്രരാണ്. ഞാനും ഈ പ്രപഞ്ച കാരണമായിരിക്കുന്ന ഭഗവാനും അഥവാ പരബ്രഹ്മവും ഒന്നു തന്നെ എന്നുള്ള അറിവുറയ്ക്കുമ്പോൾ നമ്മൾ പൂർണ്ണ സ്വതന്ത്രരാണ്. എന്നാൽ ഈ പ്രപഞ്ചം വേറെ, ഞാൻ വേറെ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ട് ഒരു സ്വാതന്ത്ര്യവും ഇല്ല. പ്രപഞ്ചത്തിൽ നിന്നുള്ളതാണ് ഇതിലുള്ളതെല്ലാം. അതിലെ ജലം കഴിഞ്ഞാൽ ഇതിലെ ജലം കഴിയും, അതിലെ വായു കഴിഞ്ഞാൽ ഇതിലെ വായു കഴിയും, അതിലെ അഗ്നി കെട്ടാൽ ഇതിലെ അഗ്നി കെടും, അതിലെ പൃഥ്വി ലയിച്ചാൽ ഇതിലെ പൃഥ്വി ലയിക്കും. അപ്പോൾ അതുണ്ടെങ്കിലേ ഇതുള്ളൂ. അതിൽ നിന്ന് പൊട്ടിത്തെറിച്ച ഒരു സ്ഫുലിംഗം മാത്രമാണിത്. ഇതിന് തനിയെ നിലനിൽപ്പില്ല. ഇത് വീണ്ടും വീണ്ടും വിചാരം ചെയ്യുക. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ, ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹ. തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമഃ. സർവാത്മഭാവം നിരന്തരം നമുക്ക് വിചാരം ചെയ്യാം. അതിനാണ് പുരുഷ സൂക്തത്തെ നമ്മൾ ഉപാസിക്കുന്നത്. ഈ വിരാട് പുരുഷനെ സ്തുതിക്കുന്നത് തന്നെയാണ് പുരുഷ സൂക്തം. യത്കായജേഷ ഭുവനത്രയ സന്നിവേശോ യസ്യേന്ദ്രിയൈസ്തനുഭൃതാം ഉപയേന്ദ്രിയാണി ജ്ഞാനം സ്വതശ്വസനതോ ബലമോജൈഹ സത്വാദിവിസ്ഥിതിലയോദ്ഭവ ആദികർത്താ. യത്കായ ഏഷ ഭുവനത്രയ സന്നിവേശോ യസ്യേന്ദ്രിയൈസ്തനുഭൃതാം ഉപയേന്ദ്രിയാണി ജ്ഞാനം സ്വതശ്വസനതോ ബലം ഓജ ഈഹ സത്വാദിവിസ്ഥിതിലയോദ്ഭവ ആദികർത്താ. അപ്പോൾ ഈ വിരാട് പുരുഷനെ വർണ്ണിക്കുകയാണ് ഈ ശ്ലോകം. അടുത്ത ശ്ലോകവും അതിൻ്റെ ഒരു അനുബന്ധം തന്നെയാണ്. ഇവിടെ യത്കായേ എന്നാണ് സന്ധി കൊണ്ട് യത്കായ എന്ന് വന്നേ ഉള്ളൂ. ഏഷഹ എന്നുള്ള ഏകാരം സ്വരാക്ഷരം വന്നപ്പോൾ വിസർഗം ഏകാരം ലോപിച്ചു പോയി. യത്കായേ ഏഷ എന്നുള്ളത് യത്കായ ഏഷ എന്ന് സന്ധി നിയമപ്രകാരമായതാണ്. അപ്പോൾ യത്കായേ ഏതൊരു ശരീരത്തിൽ, ഇവിടെ ഏതൊരു ശരീരം എന്ന് പറഞ്ഞാൽ യാതൊരുവന്റെ ശരീരത്തിൽ, ഈ വിരാട് പുരുഷന്റെ ശരീരത്തിൽ, ഈ വിരാട് പുരുഷന്റെ ശരീരത്തിൽ ഏഷഃ ഭുവനത്രയ സന്നിവേശഃ, ഏഷഃ ഈ കാണുന്ന ഭുവനത്രയങ്ങളുടെയും സന്നിവേശഃ ഭവതി, മൂന്ന് ലോകങ്ങളുടെയും സന്നിവേശം, സമ്യക്കായ നിവേശം, സ്ഥിതി തന്നെ. ഈ മൂന്ന് ലോകങ്ങളും ഇവന്റെ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നർത്ഥം. ഭൂർഭുവസ്വഹ എന്നുള്ള ലോകങ്ങളെല്ലാം ഭുവനത്രയ, ഇനി ജാഗ്രത് സ്വപ്ന സുഷുപ്തികളാകുന്ന ഭുവനത്രയങ്ങൾ, ഇതെല്ലാം തന്നെ ആരിൽ കുടികൊള്ളുന്നു? ഈ വിരാട് പുരുഷന്റെ ശരീരത്തിൽ കുടികൊള്ളുന്നു. ആ വിരാട് പുരുഷന്റെ ഒരു ശരീരമാണ് സൂക്ഷ്മ ശരീരം, ഒരു ശരീരമാണ് സ്ഥൂല ശരീരം, ഒരു ശരീരമാണ് കാരണഭാവം. അതുതന്നെയാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായി അറിയപ്പെടുന്നതും. അപ്പോൾ മൂന്ന് ഗുണങ്ങളെ കൊണ്ട് മൂന്ന് അവസ്ഥകൾ, മൂന്ന് ശരീരങ്ങൾ, മൂന്ന് ലോകങ്ങൾ, മൂന്ന് മൂർത്തികൾ, ഇങ്ങനെ മൂന്നായിരിക്കുന്നതെല്ലാം അതാണ് ഭുവനത്രയ സന്നിവേശ. ഭുവനത്രയങ്ങൾ ശരിക്കും ഉറച്ചിരിക്കുന്നത് ഇവന്റെ ശരീരത്തിലാണ്. ഇവൻ ഈ ശരീരത്തിൽ നിന്ന് ഈ മൂന്ന് ലോകങ്ങളിൽ ഏതിനെയെങ്കിലും ഡിസ്മിസ് ചെയ്താൽ,
നിരാകരിച്ചാൽ, തള്ളിക്കളഞ്ഞാൽ അതിന് നിലനിൽപ്പില്ല. അപ്പോൾ ഇവനുള്ളത് കൊണ്ടാണ് ആ 3 ലോകവും 3 ശരീരങ്ങളും എല്ലാം ഉള്ളതായിരിക്കുന്നത്. ഇപ്പൊ ഭുവനത്രയ ശരീര സന്നിവേശ യസ്മിൻ കായേ, ഏതൊരുവന്റെ ശരീരത്തിൽ, ഏതൊരു വിരാട് പുരുഷന്റെ ശരീരത്തിലാണ് ഭവിക്കുന്നത്. യസ്യ ഇന്ദ്രിയൈഹി തനുവൃതാം ഉഭയേന്ദ്രിയാണി. മറ്റൊരു ഭഗവാനെ പരിചയപ്പെടുത്തുകയാണ്, വിരാട് പുരുഷനെ പരിചയപ്പെടുത്തുന്ന ഓരോ ഫ്രേസുകളാണിത്. ഇപ്പൊ യത് കായേ ഏഷഃ ഭുവനത്രയ സന്നിവേശഃ ഭവതി, ഭഗവാനെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗം. അത് കഴിഞ്ഞിട്ട് യസ്യ ഇന്ദ്രിയൈഹി തനുവൃതാം ഉഭയേന്ദ്രിയാണി ഭവന്തി, രണ്ടാമത്തെ എന്നുവെച്ചാൽ യസ്യ ഇന്ദ്രിയൈഹി, ആരുടെ, ഏതൊരു വിരാട് പുരുഷന്റെ ഇന്ദ്രിയങ്ങളാലാണോ, ആ ഇന്ദ്രിയങ്ങളിൽ നിന്നാണോ തനുവൃതാം ഉഭയേന്ദ്രിയാണി ഭവന്തി, തനുവൃതാം ശരീരം ധരിച്ചിരിക്കുന്നവരുടെ എല്ലാം ഉഭയ ഇന്ദ്രിയാണി 2 പ്രകാരത്തിലുള്ള ഇന്ദ്രിയങ്ങളും, കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ 5 കർമ്മേന്ദ്രിയങ്ങൾ, ഇത് രണ്ടും കൂടി 10 ഇന്ദ്രിയങ്ങൾ. ഈ 10 ഇന്ദ്രിയങ്ങൾ എല്ലാ ജന്തുക്കളിലും ഈ പറഞ്ഞ 10 ഇന്ദ്രിയങ്ങൾ തികച്ചുണ്ടായിക്കൊള്ളണമെന്നില്ല. മാക്സിമം സംഭവിക്കാവുന്നത് മനുഷ്യനിലാണ്. ആ മനുഷ്യന്റെ ഇതിൽ വെച്ച് നമ്മൾക്ക് കണക്ക് കൂട്ടാം. അപ്പൊ അങ്ങനെ ഉഭയേന്ദ്രിയാണി കർമ്മേന്ദ്രിയാണി ജ്ഞാനേന്ദ്രിയാണി ച യസ്യ ഇന്ദ്രിയൈഹി സംഭവന്തി, കാരണം ഇന്ദ്രിയാണി ബഹുവചനങ്ങളാണ്. ആരുടെ ഇന്ദ്രിയങ്ങളാലാണോ ശരീരികൾക്കുള്ള ഇന്ദ്രിയങ്ങളെല്ലാം സംഭവിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങളും ആ സമഷ്ടിയിൽ നിന്ന് വന്നതാണ്, വിരാട്ടിൽ നിന്ന് വന്നതാണ്. വിരാട്ടിന്റെ ഇന്ദ്രിയങ്ങൾ തന്നെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളായി സൂക്ഷ്മങ്ങളായി പരിണമിച്ചത്. ഇതൊക്കെ തൃതീയ സ്കന്ധത്തിലൊക്കെ തൃതീയ സ്കന്ധങ്ങളിൽ വളരെ വിശദമായി ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. ഇപ്പോൾ ലേറ്റായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് മാത്രമേ ഈ വിഷയം മനസ്സിലാകാതെ ഉള്ളൂ. ദശമസ്കന്ധത്തിൽ വന്നുകൂടിയവരുണ്ടാവും, ഏകാദശ സ്കന്ധത്തിൽ മാത്രം വന്നുകൂടിയവരുണ്ടാവും. അവർക്ക് തൃതീയ സ്കന്ധത്തിൽ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നതായിട്ടുള്ള സന്ദർഭത്തിൽ ഇതെല്ലാം വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അവര് ആ ഭാഗത്തെ വീഡിയോകൾ കേൾക്കേണ്ടതാണ്, അല്ലേ? നമ്മുടെ എല്ലാ ആ ഭാഗത്തുള്ളതായിട്ടുള്ള വീഡിയോകൾ തിരഞ്ഞെടുക്കാൻ എന്ത് ചെയ്യണം? ഓരോ സ്കന്ധങ്ങളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രഥമ സ്കന്ധം വേണ്ടവർക്ക് പ്രഥമ സ്കന്ധം 19 അധ്യായത്തിലെ കഥകൾ, ദ്വിതീയ സ്കന്ധത്തിൽ 10 അധ്യായങ്ങൾ, തൃതീയ സ്കന്ധത്തിലെ 31 അധ്യായങ്ങൾ, 33 അധ്യായങ്ങൾ, ചതുർത്ഥ സ്കന്ധത്തിലെ 31 അധ്യായങ്ങൾ, ഇങ്ങനെ തനിത്തനിയെ കാണ്ഡങ്ങളായി തിരിച്ചിട്ടുണ്ട്. വേണ്ടത് ചോദിച്ചാൽ വേണ്ടത് തരാം, വിശദമായി പഠിക്കാം. അപ്പോൾ എങ്ങനെയാണ് വിരാട് പുരുഷന്റെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് വ്യഷ്ടിയുടെ അഥവാ ഓരോ ജീവന്മാരുടെയും അഥവാ ഓരോ പ്രാണികളുടെയും ഇന്ദ്രിയങ്ങൾ രൂപപ്പെട്ടു വന്നത് എന്ന് കപിലോപദേശത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. സൃഷ്ടിക്രമം പറഞ്ഞിട്ടുണ്ട്. വിദുര മൈത്രേയ സംവാദത്തിലും അതിനു മുമ്പ് ബ്രഹ്മനാരദ സംവാദത്തിൽ സൂചനകളുണ്ട്. അതിനുശേഷം ദ്വിതീയ സ്കന്ധത്തിൽ 10-ാം അധ്യായത്തിലുണ്ട് കുറേ കാര്യങ്ങൾ. ഇങ്ങനെ പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിരാട് പുരുഷനിൽ നിന്ന് തന്നെയാണ്, വിരാട് പുരുഷന്റെ കണ്ണാണ് സൂര്യനെങ്കിൽ ആ സൂര്യന്റെ ശക്തിയാണ് നമ്മുടെ കണ്ണുകൾ ഉണ്ടായിരിക്കുന്നത്. ഒരേ തത്വത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിന്റെ കാഴ്ചയും നമ്മുടെ കണ്ണും ഉണ്ടായിരിക്കുന്നത്. വിരാട് പുരുഷന്റെ ഇന്ദ്രിയങ്ങളാണ് ദിക്കുകളാകുന്ന ഇന്ദ്രിയങ്ങൾ. അത് തന്നെയാണ് നമ്മുടെ ശ്രോത്രേന്ദ്രിയങ്ങളായി പരിണമിച്ചിരിക്കുന്നത്. വിരാട് പുരുഷന്റെ നാവിൽ വരുണനാണ് വിരാട് പുരുഷന്റെ നാവെങ്കിൽ ആ വരുണന്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മുടെ നാവുണ്ടായിരിക്കുന്നത്. രസന, അഗ്നി വാക്കാണ്. അപ്പോൾ വിരാട് പുരുഷന്റെ മുഖമാണ് അഗ്നി. ആ അഗ്നിയിൽ നിന്നാണ് നമ്മുടെ വാഗിന്ദ്രിയം രൂപപ്പെട്ടു വന്നിരിക്കുന്നത്. അതുപോലെ വിരാട് പുരുഷന്റെ കയ്യും കാലും
ഓരോ കർമ്മേന്ദ്രിയങ്ങളും ഓരോ ദേവതകളായി പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം തന്നെയാണ് നമ്മുടെ വ്യക്തി ഇന്ദ്രിയങ്ങളായും പ്രവർത്തിക്കുന്നത്. രണ്ടിനും എന്താ പറയുക, ആ ഒരു പൊതുവായ സ്വഭാവമാണുള്ളത്. അപ്പോൾ അതിൽ നിന്ന് തന്നെയാണ് ഇത്. അതിൻ്റെ ഒരു എന്താ പറയുക, ബൈസെക്ഷൻ അല്ലെങ്കിൽ ഒരു മിനിയേച്ചർ, അതാണ് ഇത്. ബ്രഹ്മാണ്ടത്തിൽ എന്തുണ്ടോ അതാണ് ഈ പിണ്ടാണ്ടത്തിലും ഉള്ളൂ. യത് പിണ്ടാണ്ടേ തത് ബ്രഹ്മാണ്ടേ. ഈ പിണ്ടാണ്ടത്തിൽ എന്തുണ്ടോ അത് ബ്രഹ്മാണ്ടത്തിലും ഉണ്ട്. ബ്രഹ്മാണ്ടത്തിൽ നിന്നാണ് പിണ്ടാണ്ടത്തിന് ആ ശേഷികളൊക്കെ വന്നു ചേർന്നിരിക്കുന്നത്. അതുപോലെ വിരാട് പുരുഷന്റെ മനസ്സാണ് ചന്ദ്രൻ, അല്ലെ? ചന്ദ്രമാ മനസോജാത ചക്ഷോ സൂര്യോ അജായത മുഖാദിന്ദ്രശ്ച അഗ്നിശ്ച പ്രാണാദ് വായുരജായത നാഭ്യാ ആസീദന്തരിക്ഷം ശീർഷ്ണോദ്യൗ സമഗച്ഛത. ഇങ്ങനെ ഈ പ്രപഞ്ച സൃഷ്ടിയിലെ ഓരോന്നിനെയും വിരാട് പുരുഷന്റെ ശരീരവുമായി ചേർത്ത് പറയുന്നു. അതുതന്നെയാണ് ഈ വെഷ്ടി ശരീരവുമായിട്ടും തീർന്നിരിക്കുന്നത്. അപ്പോൾ യസ്യ ഇന്ദ്രിയൈഹി തനുഭൃതാം ഉഭയേന്ദ്രിയാണി സംഭവന്തി. യസ്യ സ്വതഃ ജ്ഞാനം. ഇവിടെ വിരാട് പുരുഷനെ കുറിച്ച് പറയുമ്പോൾ യസ്യ യാതൊരുവന് സ്വതഃ ജ്ഞാനം. സ്വതഃ എന്ന് പറഞ്ഞാൽ സ്വതവേ തന്നെ, അഥവാ താനേ തന്നെ, സ്വതന്ത്രനായി തന്നെ എന്നർത്ഥം. മറ്റൊരു സഹായം കൂടാതെ, ഇന്ദ്രിയ അപേക്ഷ പോലും കൂടാതെ. വിരാട് പുരുഷന് ജ്ഞാനം സംഭവിക്കുന്നത് ഇന്ദ്രിയ അപേക്ഷ പോലും ഇല്ലാതെയാണ്. കണ്ണില്ലാതെ കാണാം, കാതില്ലാതെ കേൾക്കാം, നാവില്ലാതെ രുചിക്കാം. ഇങ്ങനെ ഇന്ദ്രിയാപേക്ഷ കൂടാതെ എല്ലാം അറിയുന്നവനാണ് വിശ്വരൂപനായ വിരാട് പുരുഷൻ. അപ്പോൾ അതാണ് യസ്യ സ്വതഃ ജ്ഞാനം ഭവതി. സ്വാഭാവികമായും സ്വതന്ത്രമായും മറ്റൊരാളുടെ അപേക്ഷയില്ലാതെ, ഇന്ദ്രിയങ്ങളുടെ പോലും സഹായം കൂടാതെ ഈ വിരാട് പുരുഷന് ജ്ഞാനം സംഭവിക്കുന്നു. ഒന്നും ഒരു സഹായവുമില്ലാതെ എല്ലാം അറിയുന്നു എന്നാണ്. അതുപോലെ തനുഭൃതാം ബലം ഓജഃ ഈഹ, ഇതെല്ലാം അവനിൽ നിന്ന് തന്നെയാണ്. യസ്യ ശ്വസനതഃ, യസ്യ ശ്വസനതഃ, ആരുടെ ശ്വാസത്തിൽ നിന്ന്. ഇവിടെ ശ്വാസം എന്ന് പറഞ്ഞാൽ പ്രാണൻ. വിരാട് പുരുഷന്റെ ശ്വാസമാണ് പ്രാണൻ. ആ പ്രാണനിൽ നിന്നാണ് എന്തൊക്കെ ഭവിക്കുന്നത്? തനുഭൃതാം ബലം, ശരീരികൾക്ക് ശേഷി, ദേഹബലം, അതാണ് ബലം. ഓജഃ, ഓജസ്, മനഃശക്തി. ഈഹ, പ്രവർത്തിക്കുവാനുള്ള ശേഷി, ശരീരശേഷി, കായിക ശേഷി, ഇതൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ശരീരികൾക്ക്, പ്രാണികൾക്ക് എല്ലാ ശക്തിയും ഉണ്ടാകുന്നത് ഇവന്റെ ശ്വസനത്തിൽ നിന്നാണ്. അഥവാ അവന്റെ ശ്വസനമാണ് അന്തരീക്ഷ വായു. ആ വായുവിൽ നിന്നാണ് നമ്മൾക്ക് പ്രാണൻ. പ്രാണനാണ് നമ്മളെ, ഇന്ദ്രിയങ്ങളെയൊക്കെ ചലിപ്പിക്കുന്നത്, പ്രവർത്തിപ്പിക്കുന്നത്. എല്ലാറ്റിനെയും അനക്കുന്നവനാണ് പ്രാണൻ. പ്രകർഷേണ അനക്കുന്നവൻ പ്രാണൻ. അന്യതേ എന്ന രൂപം, അനക്കുക, എല്ലാറ്റിനെയും അനക്കുന്നവനാണ് പ്രാണൻ. അപ്പൊ അനക്കാനുള്ള ശേഷി എവിടുന്ന് കിട്ടി? വിരാട് പുരുഷന്റെ ശ്വാസത്തിൽ നിന്ന് കിട്ടിയതാണ്. അങ്ങനെ തനുഭൃതാം ബലം ഓജഃ ഈഹ സംഭവതി. സത്വാദിഭിഃ സ്ഥിതിലയോദ്ഭവേ ആദികർത്ത. ഭഗവാൻ തന്നെ, ഈ വിരാട് പുരുഷൻ തന്നെ തന്റെ സത്വാദിഭിഃ, സത്വം മുതലായ ഗുണങ്ങളെ കൊണ്ട്, സത്വം രജസ് തമസ് മുതലായ ഗുണങ്ങളെ കൊണ്ട് സ്ഥിതി ലയ ഉത്ഭവേ, ഈ മൂന്ന് കാര്യങ്ങളിലും, സ്ഥിതി നിലനിൽപ്പ്, ലയം പ്രളയം, ഉത്ഭവം സൃഷ്ടി, ഈ മൂന്ന് കാര്യങ്ങളിലും ആദികർത്ത,
ആദ്യത്തെ കാരണമായി ഭവിക്കുന്നു, കർത്താവായി ഭവിക്കുന്നു. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം ഈ വിരാട് പുരുഷന്റെ ലീലകളാകുന്നു. ആ വിരാട് പുരുഷൻ തന്നെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് തന്നെ മൂന്നാക്കുന്നു. ആ മൂന്നാക്കലാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് ഏകനായ വിരാട് പുരുഷൻ മൂന്നായിത്തീരുന്നു. ആദൗ അഭൂത് സതധൃധീരജസാസ്യ സർഗേ വിഷ്ണുസ്ഥിതൗ ക്രതുപതിർ ദ്വിജധർമ്മസേതുഃ രുദ്രോപ്യയായ തമസാ പുരുഷഃ സ ആദ്യഃ ഇത്യുൽഭവസ്ഥിതിലയാ സതതം പ്രജാസു. ആദൗ അഭൂത് സതധൃധീരജസാസ്യ സർഗേ വിഷ്ണുസ്ഥിതൗ ക്രതുപതിർ ദ്വിജധർമ്മസേതുഃ രുദ്രോപ്യയായ തമസാ പുരുഷഃ സ ആദ്യഃ ഇത്യുൽഭവസ്ഥിതിലയാ സതതം പ്രജാസു. 3 വരികളിൽ ഭഗവാന്റെ 3 അവതാരങ്ങളെ, 3 ഭാവങ്ങളെ പറഞ്ഞു. വിരാട് പുരുഷൻ തന്നെ 3 മൂർത്തികളായി, ത്രിമൂർത്തികളായി അവതരിക്കുന്നു. അതും അവതാരങ്ങളാണ്. ആദ്യത്തെ അവതാരം വിരാട് പുരുഷനാണെങ്കിൽ പിന്നത്തെ 3 അവതാരങ്ങളാണ് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ. ഇവിടെ വിഷ്ണു എന്ന് പറയുമ്പോൾ സ്ഥിതിയുടെ കർത്തവ്യം നിർവഹിക്കുന്ന, പരിപാലനം, പോഷണം നിർവഹിക്കുന്നതായിട്ടുള്ള വിരാട് പുരുഷന്റെ അംശമാണ് വിഷ്ണു. ഇപ്പം നാരായണന്റെ അംശം വിരാട് പുരുഷൻ, വിരാട് പുരുഷന്റെ അംശം വിഷ്ണു. വിഷ്ണു ഉപാസകന്മാരെ സംബന്ധിച്ചോ വിഷ്ണു തന്നെയാണ് വിരാട് പുരുഷൻ, വിരാട് പുരുഷൻ തന്നെയാണ് നാരായണൻ, നാരായണൻ തന്നെയാണ് പരമാത്മാ, പരബ്രഹ്മ. വൈഷ്ണവന്മാർക്ക് ഇവിടെ വിഷ്ണു എന്ന് പറയുന്ന ത്രിമൂർത്തികളിൽ സ്ഥിതി കർത്താവായിരിക്കുന്ന അതേ ദേവനും തന്നെയാണ് വിരാട് പുരുഷനും, വിരാട് പുരുഷനും മൂലമായിരിക്കുന്ന നാരായണനും, നാരായണനും മൂലമായിരിക്കുന്ന പരബ്രഹ്മതത്വവും. മറ്റ് ബ്രഹ്മാവിനെയും മഹാദേവനെയും ഇവിടെ വിഭൂതികളായി, ഉപശക്തികളായി വൈഷ്ണവന്മാർക്ക് കാണാം. ഭേദമില്ലാതെ തന്നെ കാണാം. വിഷ്ണുവിൻ്റെ അത്ര പ്രാധാന്യം കൊടുക്കാതെ വൈഷ്ണവന്മാർ ഉപാസിക്കുന്നു. പക്ഷെ പിന്നീട് ആ ഭേദഭാവന ഇല്ലാതെയാവുന്നു. ദക്ഷയാഗം കഥയും അതുപോലെയുള്ള മറ്റ് പല കഥകളൊക്കെ കേട്ടുകഴിഞ്ഞ് എല്ലാം ഒന്നാണെന്നുള്ളതായിട്ടുള്ള ഭഗവാന്റെ ഉപദേശമൊക്കെ കേട്ട് കഴിയുമ്പോൾ ശിവൻ വേറെ, ബ്രഹ്മാവ് വേറെ എന്നുള്ളതായിട്ടുള്ള ഭേദബുദ്ധി ഇല്ലാതെയാണ്. അപ്പോൾ തുടക്കത്തിൽ ഉപാസനാകാലത്ത് വിഷ്ണു എന്നുള്ളതായിട്ടുള്ള മൂർത്തിയെ സഗുണസാകാരമായി ഉപാസിക്കുമ്പോൾ ഈ വിഷ്ണുവിനെ കണക്ട് ചെയ്യുന്നത് വിരാട് പുരുഷനുമായി, ആ വിരാട് പുരുഷനെ നാരായണനായി, നാരായണനെ പരബ്രഹ്മമായി. പിന്നീട് മറ്റുള്ളവരെയൊക്കെ ഇതിലേക്ക് തന്നെ ലിങ്ക് ചെയ്ത് ലയിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ആദ്യത്തെ വരിയിൽ ബ്രഹ്മദേവനെയും, രണ്ടാമത്തെ വരിയിൽ വിഷ്ണുദേവനെയും, മൂന്നാമത്തെ വരിയിൽ രുദ്രനുമായി പറഞ്ഞു. അതാണ് ആദൗ അഭൂത് സതധൃതി രജസാ അസ്യ സർഗേ. അസ്യ ഇതിൻ്റെ, ഏതിൻ്റെ? ഈ പ്രപഞ്ചത്തിൻ്റെ സർഗേ. സർഗേ എന്ന് പറഞ്ഞാൽ സൃഷ്ടിയിൽ, ഇതിൻ്റെ മാനിഫെസ്റ്റേഷൻ കാര്യത്തിൽ, സൃഷ്ടി കാര്യത്തിൽ അസ്യ സർഗേ രജസ, രജോ ഗുണം കൊണ്ട് ആദൗ ശതധൃതി അഭൂത്. ആദൗ ആദിയിൽ ശതധൃതിയായി ഭവിച്ചു. ശതധൃതി എന്നുള്ളത് ബ്രഹ്മാവിൻ്റെ പേരാണ്. നൂറുകണക്കിന് കാര്യങ്ങൾ ഒന്നിച്ച് ചിന്തിക്കുന്നവൻ ശതധൃതി. നൂറുകണക്കിന് കാര്യങ്ങളെ ഒരേ സമയം സങ്കല്പിക്കാനും ചിന്തിക്കാനും വൈവിധ്യങ്ങളെ നിർമ്മിക്കാനും കഴിയുന്നവൻ. മൾട്ടി ഫേസറ്റഡ് പേഴ്സണാലിറ്റി, മൾട്ടി ടാലന്റഡ് പേഴ്സണാലിറ്റി
ബ്രഹ്മദേവൻ അതിനാണ് അദ്ദേഹത്തിൻ്റെ അനേക മുഖങ്ങളെയൊക്കെ കാണിച്ചിരിക്കുന്നതും. സൃഷ്ടി ചെയ്യണമെങ്കിൽ രജോ ഗുണം വേണം. ആ രജോ ഗുണമുള്ളവർക്ക് എപ്പോഴും ഇങ്ങനെ പല കാര്യങ്ങളിലും ഒരേ സമയം പ്രവർത്തിക്കാനുള്ള ആ ഒരു കഴിവും ഉണ്ടായിരിക്കും. അവരങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. രജോ ഗുണമാണ്. അപ്പോൾ രജോ ഗുണം ഓടിച്ചുകൊണ്ടേയിരിക്കും, ഒരു ഭാഗത്ത് നിർത്തില്ല. സാത്വികന്മാർ ഏകാഗ്രതയോടുകൂടി ഒരു കാര്യത്തെ മുഴുമിപ്പിക്കും, നന്നായി നിർമ്മിക്കും. താമസന്മാർ ഒന്നിലും പ്രവർത്തിക്കില്ല, എല്ലാറ്റിനെയും നശിപ്പിക്കാൻ അവർ മുമ്പിലുണ്ടാവും. രാജസന്മാരുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ എപ്പോഴും ആക്റ്റീവാണ്, അജിറ്റേറ്റഡ് ആണ്. രജോ ഗുണത്തിൻ്റെ സ്വഭാവമാണത്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിൽ ധൃതി എന്ന് പറഞ്ഞാൽ ധാരണാശക്തി, ബുദ്ധിശക്തി, സാമർഥ്യം, അത് പല കാര്യങ്ങളിൽ മുഴുകുന്നു. അതുകൊണ്ട് ശതധൃതി എന്നാർക്ക് പേര്? ബ്രഹ്മദേവന്. അപ്പോൾ ആദൗ അഭൂത് ഭവിച്ചു ശതധൃതിയായിട്ട്. എങ്ങനെ? രജസ. എന്തിന്? അസ്യ സർഗേ, ഈ പ്രപഞ്ച സൃഷ്ടിയുടെ കാര്യത്തിൽ രജോ ഗുണം കൊണ്ട് ഈ വിരാട് പുരുഷൻ തന്നെയാണ് ശതധൃതിയായി ഭവിച്ചത്. പിന്നെയോ വിഷ്ണു സ്ഥിതൗ വിഷ്ണു, സ്ഥിതികർമ്മത്തിൽ വിഷ്ണുവായും ഭവിച്ചു. ആര്? ഈ വിരാട് പുരുഷൻ തന്നെ. ആ വിഷ്ണുവിനെ വിശേഷിപ്പിച്ച രണ്ട് വിശേഷണങ്ങളാണ് ക്രതുപതി ദ്വിജധർമ്മസേതു. വിഷ്ണുവിൻ്റെ എങ്ങനെയാണ് വിഷ്ണു സ്ഥിതിയെ നിർവഹിക്കുന്നത് എന്നാണ് ഇവിടെ രണ്ട് വിശേഷണങ്ങളെ കൊണ്ട് സൂചിപ്പിച്ചത്. ക്രതുപതിയായിക്കൊണ്ടും ദ്വിജധർമ്മസേതുവായിക്കൊണ്ടും. മൂപ്പരൊരു സേതുവാണ്. എന്താ സേതു ഇവിടെ? ധർമ്മസേതു. സേതു എന്ന് പറഞ്ഞാൽ വരമ്പ്, അണക്കെട്ട്, ലിമിറ്റ്, മര്യാദ എന്നൊക്കെ അർത്ഥങ്ങളാണ്. അപ്പോൾ ഇവിടെ ധർമ്മസേതു, ധർമ്മത്തെ പരിപാലിക്കുന്നവൻ, ധർമ്മത്തെ സംരക്ഷിക്കുന്നവൻ ധർമ്മസേതു. മാത്രമല്ല ദ്വിജധർമ്മസേതു, ബ്രാഹ്മണ ധർമ്മത്തെ രക്ഷിക്കുന്നവൻ, അല്ലെങ്കിൽ ബ്രാഹ്മണരെയും ധർമ്മത്തെയും രക്ഷിക്കുന്നവൻ. കാരണം ബ്രാഹ്മണധർമ്മം രക്ഷിക്കപ്പെട്ടാൽ മറ്റു ധർമ്മങ്ങളെല്ലാം രക്ഷിക്കപ്പെട്ടതാവും. ബ്രാഹ്മണർ ധർമ്മം വെടിഞ്ഞതാണ് മറ്റു ധർമ്മങ്ങളെല്ലാം ക്ഷയിക്കുന്നതിന് കാരണം. ജ്യേഷ്ഠന്മാരെ വഴിതെറ്റി പിന്നെ അനിയന്മാർ വഴിതെറ്റാതിരിക്കുമോ? അപ്പൊ ഈ ലോകത്തിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കാരണഭൂതന്മാരാരാണെന്ന് ചോദിച്ചാൽ കാലം കൊണ്ട് സ്വാർത്ഥരായി തീർന്ന സോ കോൾഡ് ബ്രാഹ്മണാസ്. ബ്രാഹ്മണർ ബ്രാഹ്മണ്യം വിട്ട് സ്വാർത്ഥരായി തീർന്ന് ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചു, വഴുക്കി വീണു. ജ്യേഷ്ഠന്മാർ വീണതോടുകൂടി പുറകെ പോയ അനുജന്മാരും അതേ കുഴിയിലേക്ക് തന്നെ വീഴുകയാണ്. ആദിശങ്കര ഭഗവത്പാദര് ഗീത ഉപോദ്ഘാത ഭാഷ്യത്തിൽ ഇത് പറയുന്നുണ്ട്. ബ്രാഹ്മണധർമ്മം സംരക്ഷിക്കപ്പെടുമ്പോൾ മറ്റ് ധർമ്മങ്ങളും വേണ്ട പോലെ സംരക്ഷിക്കപ്പെടും. അതുകൊണ്ട് ഭഗവാൻ ബ്രഹ്മവിദ്യ അർജുനന് ഉപദേശിച്ചു. ബ്രഹ്മവിദ്യയാണ് അതിൽ മുഖ്യം. ഗീതയിലെ മുഖ്യം എന്താണ് വിഷയം? ബ്രഹ്മവിദ്യ. ആ ബ്രഹ്മവിദ്യ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ പ്രായോഗികമാക്കുമ്പോൾ യോഗശാസ്ത്രം, അത് ജീവിതത്തിൽ ഓരോരുത്തരുടെയും എന്താ പറയുക, അവരുടെ വ്യക്തിത്വം, അവരുടെ സ്വഭാവം, അതിനനുസരിച്ചാണ് അവരുടെ വർണ്ണം നിശ്ചയിക്കപ്പെടുന്നത്. ആ വർണ്ണത്തിനനുസരിച്ച് അവർ ഈ ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തിക്കുമ്പോൾ അത് വർണ്ണാശ്രമധർമ്മമാകുന്നു. അപ്പം അതിൽ ആദ്യം മുമ്പേ നടന്ന് വഴി കാണിക്കേണ്ടവരാണ് ബ്രാഹ്മണർ. ആ ബ്രാഹ്മണരാണ് വഴിതെറ്റിച്ചത്. ലോകത്തിന് വഴിതെറ്റിയിട്ടുണ്ടെങ്കിൽ ബ്രാഹ്മണർ വഴിതെറ്റിയത് കൊണ്ടാണ് ബാക്കിയുള്ളവരൊക്കെ വഴിതെറ്റിയത്. ഇപ്പം എല്ലാവരും കൂടി ബ്രാഹ്മണരെ തെറി വിളിക്കുന്നുണ്ട്. പോരാത്തതിന് ഒക്കെ കാരണക്കാരാരാണ്? അവർ തന്നെ. മുമ്പേ മര്യാദയ്ക്ക് നടക്കാത്തതിൻ്റെ കുഴപ്പം. സ്വാർത്ഥരായി താഴെയുള്ളവരെ, അനുജന്മാരെ ഭരിക്കാനും ചൂഷണം ചെയ്യാനും അവരുടെ മേൽക്കോയ്മ ഉപയോഗിച്ചു. അവർക്കൊരു ശ്രേഷ്ഠ പദവി കൊടുത്തിരുന്നു സമൂഹം.
ആ ശ്രേഷ്ഠ പദവിയെ ദുരുപയോഗം ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ ചൂഷണം ചെയ്യാനായിക്കൊണ്ട് അത് ഉപയോഗിച്ചു. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി തുടങ്ങി കാര്യങ്ങൾ. അത് ശരി, ഏട്ടൻ നമ്മൾക്കിട്ട് വെക്കുകയാണല്ലേ, ഏട്ടൻ നമ്മളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നില്ല, അയാളുടെ സ്വന്തം കാര്യം മാത്രമാണ് നോക്കുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ എങ്ങനെ കലഹം ഉണ്ടാവും ഇല്ലേ? അങ്ങനെയല്ലേ കലഹങ്ങൾ ഉണ്ടാവുന്നത്? ഏട്ടന്മാര് നിസ്വാർത്ഥരായി അനുജന്മാരെ സ്നേഹിച്ച് കൂട്ടിപ്പിടിച്ചുകൊണ്ട് കുടുംബത്തെ ഒന്നിച്ചു നിർത്തുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് മാറി മാറി മാറിപ്പോയി. ഏട്ടന്മാര് സ്വാർത്ഥന്മാരായി അവരുടെ ഭാര്യമാരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് അല്ലേ, ഭാര്യമാര് തലയണ മന്ത്രം കൊണ്ട് സ്വാർത്ഥന്മാരായി മാറിത്തുടങ്ങി. അപ്പോൾ അനിയന്മാരുടെ ഭാര്യമാരും അത് കണ്ടുപിടിച്ച് അവരുടെ തലയണ മന്ത്രം കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ കുടുംബങ്ങളിൽ ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ കലഹങ്ങളുണ്ടായി. ഓരോരുത്തരും തനിത്തനിയെ പിരിഞ്ഞു പോകുകയും മത്സരിക്കുകയും കോടതി കയറുകയും അല്ലേ, എന്തെല്ലാം നടക്കണു ഇപ്പോൾ. ഇതിൻ്റെ ഒരു മാതൃകയാണ് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാരാകുന്ന ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ചിന്തിക്കുക. അപ്പോ ദ്വിജധർമ്മസേതു വിഷ്ണു ഈ ദ്വിജന്മാരെയും ബ്രാഹ്മണരെയും ധർമ്മത്തെയും പരിപാലിക്കുന്ന ക്ഷത്രിയ ഭാവമാണ് വിഷ്ണുവിനുള്ളത്. സ്ഥിതി സ്വസ്തി പ്രജാഭ്യ, എങ്ങനെയുണ്ടാവും പ്രജകൾക്ക് സ്വസ്തി? മഹിം മഹീഷാഹ ന്യായേന മാർഗേണ പരിപാലയന്താം. മഹിയെ ഭൂമിയെ മഹീശന്മാർ ഭരണാധികാരികൾ ഭൂമിയെ ഈശിക്കുന്നവർ ന്യായേന മാർഗേണ അഥവാ ധർമ്മേണ മാർഗേണ പരിപാലയന്താം. ധർമ്മമാർഗത്തിലൂടെ പരിപാലിക്കപ്പെടണം. അപ്പോഴാണ് പ്രജാഭ്യ സ്വസ്തി, പ്രജകൾക്ക് സ്വസ്തി ഉണ്ടാവുക. ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇവിടെയും പറഞ്ഞത് ഭഗവാനെ കുറിച്ച് പറഞ്ഞു ദ്വിജധർമ്മസേതു. മറ്റൊരു വിശേഷണം ഭഗവാന് പറഞ്ഞു ക്രതുപതി. ക്രതുപതി എന്ന് പറഞ്ഞാൽ യാഗങ്ങളുടെ ഫലദാത, യജ്ഞസ്വരൂപൻ. യജ്ഞകൃത് യജ്ഞഭൃത് യജ്ഞോ യജ്ഞഭുക് യജ്ഞസാധന യജ്ഞാന്തകൃത് യജ്ഞഗുഹ്യം അന്നമന്നാദയേവച. യജ്ഞസ്വരൂപിയാണ് ഭഗവാൻ. ലോകത്തെ യജ്ഞത്തിലേക്ക് പ്രേരിപ്പിക്കുന്നവനാണ് ഭഗവാൻ. ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള കർത്തവ്യ കർമ്മങ്ങളെ യജ്ഞമാക്കി ഈശ്വര ആരാധനയാക്കി ചെയ്യുന്നതിനെ രക്ഷിക്കുന്നവനാണ് ഭഗവാൻ. അതാണ് ക്രതുപതി, ക്രതൂനാം രക്ഷകർത്ത. അപ്പോൾ വിഷ്ണു സ്ഥിതി ചെയ്യുവാനായിക്കൊണ്ട് യജ്ഞങ്ങളെ പരിപാലിക്കുന്നു, ദ്വിജന്മാരെയും ധർമ്മത്തെയും പരിപാലിക്കുന്നു. ഇത് മൂന്നും പരിപാലിക്കപ്പെട്ടാൽ ലോകം നിലനിൽക്കും. രുദ്രോ അപ്യയായ, രുദ്ര അപ്യയായ, അപ്യയം പ്രളയം. അപ്പോൾ പ്രളയത്തിനായിക്കൊണ്ട് രുദ്രനായും ആര് ഭവിച്ചു? ഭഗവാൻ വിരാട് പുരുഷൻ തന്നെ സ്വയം അപ്യയായ തമസ. മറ്റുള്ളത് സ്ഥിതൗ എന്നുള്ളിടത്ത് സത്വേന എന്ന് ചേർക്കണം, പറഞ്ഞിട്ടില്ലെങ്കിലും. അപ്പോൾ തമസ രുദ്ര, തമോ ഗുണം സ്വീകരിച്ചുകൊണ്ട് അപ്യയായ രുദ്ര, രുദ്രനായി ഭവിച്ചു. ആര്? സഹ ആദ്യ പുരുഷ. ഈ ആദ്യ പുരുഷൻ വിരാട് പുരുഷൻ തന്നെയാണ് ഈ മൂന്ന് വേഷവും കെട്ടിയത്, ട്രിപ്പിൾ റോൾ എടുത്ത് അണിഞ്ഞിരിക്കുന്നത്. വിരാട് പുരുഷന്റെ ട്രിപ്പിൾ റോൾസ് ആണ്, മൂന്ന് വേഷങ്ങളാണ്. രജോ ഗുണം സ്വീകരിച്ചുകൊണ്ട് ബ്രഹ്മദേവനായും, സത്വഗുണം സ്വീകരിച്ചുകൊണ്ട് വിഷ്ണുവായും, തമോ ഗുണം സ്വീകരിച്ചുകൊണ്ട് രുദ്രനായും. ഇത്യുൽഭവസ്ഥിതിലയാഹ സതതം പ്രജാസു. ഇങ്ങനെയാണ് ഈ ആദ്യനായ പുരുഷൻ ഇതി ഇപ്രകാരം പ്രജാസു, പ്രജാസു പ്രകർഷേണ ജനിക്കുന്നവരിൽ, മനുഷ്യന്മാർ മാത്രമല്ല ലോകത്തിലുള്ള സകല പ്രാണികളുടെയും സതതം നിരന്തരമായിട്ട് ഉത്ഭവസ്ഥിതിലയാഹ സംഭവന്തി. ഉത്ഭവം, സ്ഥിതി, ലയം.
ഉൽപ്പത്തി, സ്ഥിതി, നാശം, ഈ മൂന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ വിരാട് പുരുഷൻ തന്നെ സ്വയം സ്വന്തം സങ്കല്പം കൊണ്ട് 3 രൂപങ്ങൾ ധരിച്ചു, 3 ഡ്യൂട്ടികൾ ചെയ്യുന്നു, 3 ഗുണങ്ങളെ കൊണ്ട് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ആദ്യനായ ഈ പുരുഷൻ തന്നെയാണ് ത്രിമൂർത്തികളായി തീർന്നിരിക്കുന്നത് എന്നും പറഞ്ഞു. അങ്ങനെ ഭഗവാന്റെ അവതാരങ്ങളിൽ 4 പറഞ്ഞു. ഇനി നോക്കാം നമുക്ക്. ഇനി നരനാരായണ അവതാരമാണ് 6 മുതൽ 16 വരെയുള്ള 11 ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നത്. നാളെ നോക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. നമുക്ക് നാളെ വൈകിട്ട് കാണാം. ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. 5-ാം തീയതി മുതൽ 12-ാം തീയതി വരെ ഒരു സപ്താഹമാണ് എനിക്ക് പാലക്കാട് ജില്ലയിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വളരെ അടുത്ത് തന്നെയാണ്. ഒരു 1/2 കിലോമീറ്റർ പോലും ഇല്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. ഒരു 200-300 മീറ്റർ. ചുടുവാലത്തൂർ ശിവക്ഷേത്രം എന്നാണ്. വളരെ പഴയ ഒരു ക്ഷേത്രമാണ് ചുടുവാലത്തൂർ ശിവക്ഷേത്രം. 5-ാം തീയതി ഞായറാഴ്ച മാഹാത്മ്യം ആരംഭിക്കും. 12-ാം തീയതി ഉച്ചയോടുകൂടി സപ്താഹം തീരും. അപ്പോൾ ഷൊർണൂർ വരാൻ സൗകര്യമുള്ളവരൊക്കെ ഷൊർണൂർ ടിക്കറ്റ് എടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയാൽ നടക്കാവുന്ന ദൂരേ ഉള്ളൂ. ക്ഷീണിക്കണ്ട, ഓട്ടോ പിടിച്ചോളൂ, സൗകര്യമുള്ളത് കൊണ്ട്. ചുടുവാലത്തൂർ ശിവക്ഷേത്രം. ഇനി ആർക്കെങ്കിലും അവിടെ വന്ന് താമസിച്ച് സപ്താഹത്തിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള അമ്മമാരോട് പറഞ്ഞാൽ അവർ അത് സാധിപ്പിച്ചു തരും. നമ്മുടെ ഓൺലൈനിലുള്ള ലീലാദേവി പന്താലിങ്കൽ എന്നൊക്കെ കാണുന്നുണ്ട്. അതുപോലെ ഒരു സരസ്വതി അമ്മയുണ്ട്. അവരൊക്കെയാണ് അത് ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെയൊക്കെ വീടുകളിൽ ചിലപ്പോൾ താമസിക്കാം. ആർക്കെങ്കിലും വേണമെങ്കിൽ ഷൊർണൂര് 1 ദിവസമോ 2 ദിവസമോ ഒരാഴ്ചയോ വന്ന് പങ്കെടുക്കണമെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് എന്ന് പറയുകയാണ്. ജൂലൈ 5 മാഹാത്മ്യം, ജൂലൈ 12 സമർപ്പണം. ഹരി ഓം. ശുഭരാത്രി.